യോഹന്നാന്റെ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 8ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുന്നത്. ദേവദാസജി തിരുവചന പഠനത്തിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 2ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നിന്ന് കാനാവിലെ കല്യാണത്തെ കുറിച്ചുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ചിന്തിച്ചത്. അതിൽ പശ്ചാത്തലവും അതിന്റെ ഉദ്ദേശവും ഒക്കെ കഴിഞ്ഞ സമയം ചിന്തിക്കാനിടയാക്കും. ശുദ്ധീകരണവും ദൈവിക സമാധാനവും സന്തോഷവും ദൈവരാജ്യത്തിന്റെ പ്രത്യേകതയാണ്. നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം, അതാണ് ദൈവരാജ്യം. യേശുക്രിസ്തു കാനാവിലെ ഈ കല്യാണ വീട്ടിൽ നടത്തിയ വിവാഹ സദ്യയുടെ നടത്തിയ അത്ഭുതം അത് ദൈവരാജ്യത്തിന്റെ പ്രദർശനവും ദൈവസ്നേഹത്തിന്റെ പ്രദർശനവുമായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ നമ്മൾ ചിന്തിപ്പാനിടയാക്കും. വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു, അവന്റെ മേലെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു എന്ന പറഞ്ഞ പ്രകാരം വീഞ്ഞു വീട്ടിന്റെ അനുഭവം അത് സ്നേഹമുള്ളിടത്താണ് യഥാർത്ഥമായ വിരുന്ന് വീടായി തീരുന്നത്. സ്നേഹമുള്ളിടത്ത് അത് വലിയ വിരുന്നടത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് സ്നേഹഭോജനം എന്നാണ് ദൈവത്തെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു അവിടെ എത്തിയതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും മാറുകയും അത് ദൈവസ്നേഹത്തിന്റെ കൊടിയടയാളമുള്ള ഒരു ഭവനമായി മാറ്റപ്പെടുവാനും ഇടയാക്കും. അത് മുഖാന്തരമായി അവിടെ നിരാശയും ദുഃഖവും തളം കെട്ടടുത്തുനിന്ന് അപമാനം വരെ അടുത്തുനിന്ന് ദൈവം അവരെ ഉയർത്തി ജയാളികളാക്കി മാറ്റി എന്നുള്ളതും നമുക്ക് വരുന്ന കാണാൻ സാധിക്കും. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. 6 കൽപാത്രങ്ങൾ ശുദ്ധീകരണത്തിന് വേണ്ടി വെച്ച കൽപാത്രങ്ങളാണ്. ഈ 6 കൽപാത്രങ്ങൾ കാണിക്കുന്നത് ലോക മാനവജാതിയെ മുഴുവൻ കാണിക്കില്ല. അത് സർവ്വമനുഷ്യരുടെ മേലും പകരപ്പെടുവാനുള്ള ശുദ്ധീകരണത്തെ കുറിച്ചും ശുദ്ധീകരണ അനന്തരമായി യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പകരപ്പെടുന്നതിനുള്ള ബന്ധത്തിലുമാണ് ഇവിടെ രേഖപ്പെടുത്തിയപ്പോൾ ശുദ്ധീകരണം നീതീകരണത്തോടുള്ള ബന്ധത്തിലും അനുസരണം സമാധാനത്തോടുള്ള ബന്ധത്തിലാണ്. നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം. ക്രിസ്തുയേശുവിന്റെ അടുക്കൽ അനുസരിക്കുന്നവരുടെ ഇടയിൽ ശുദ്ധീകരണവും അവിടെ സമാധാനവും വ്യാപരിക്കും. അതിനോടനുബന്ധമായിട്ടാണ് കല്യാണ വ്യവസായത്തിൽ സന്തോഷമുണ്ടാകുവാൻ ഏത്തം. അന്ന് വരെയുമുള്ള ഈ മുന്തിരിയുടെ അനുഭവം ഉണ്ടായത് നോഹയാദ്യം നട്ടുണ്ടാക്കിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നാണ് മുന്തിരി കൃഷി ലോകത്തിലെങ്ങും വ്യാപരിപ്പാൻ ഇടയാക്കുന്നത്. ഇപ്പോഴത്തെ ലോകത്തിൽ ആരംഭമായി ചെയ്തു തുടങ്ങിയ കൃഷി മുന്തിരി കൃഷിയായിരുന്നു. പക്ഷെ ആ മുന്തിരി കൃഷിയിൽ നിന്നുണ്ടായ അനുഭവം മുഖാന്തരമായി നോഹ ദൈവത്തിൽ നിന്ന് അകന്നെന്നും നോഹ സുബോധക്കെട്ടവനായി തീർന്നു. അതുപോലെ 2ാമത്തെ മകനായിരിക്കുന്ന ഹാമും അവനും സുബോധം ഇല്ലാത്തവനായി തീർന്നത് മുഖാന്തരമാണ് അരുതാത്ത സംഭവിക്കുകയും അവിടെ ശാപം വീണ് തലയുയർത്തുകയും ചെയ്തെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള മുന്തിരിയുടെ അനുഭവ വള്ളികളിൽ നിന്നാണ് ഇസ്രായേലിലൊക്കെ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സകല മുന്തിരി ചെടികളും ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അതിനോടുള്ള അനുബന്ധമായിട്ടുള്ള കൃഷികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു കാനാവിൽ ഉണ്ടാക്കിയെടുത്ത വീഞ്ഞ് അത് നോഹ നട്ടുണ്ടാക്കിയ അതിൽ നിന്നുണ്ടായ അല്ലെങ്കിൽ അതിനോടനുബന്ധമായി വന്ന മുന്തിരിത്തോട്ടങ്ങളിൽ നിന്നുള്ള മുന്തിരി ചെടികളിൽ നിന്നുള്ളതല്ല. ഇതിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് പുതുവീഞ്ഞാണ്. ആ പുതുവീഞ്ഞ് പരിശുദ്ധാത്മാവിന് ഉദാഹരണമാണ്. അത് അതുകൊണ്ടാണ് മർക്കോസിന്റെ മാളികമുറിയിൽ ആത്മാഭിഷേകം പ്രാപിച്ചവർ അവർ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ മറ്റുള്ളവർ പറഞ്ഞത് ഇത് പൊതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചവരാകുന്നത് പറഞ്ഞത്. അപ്പോൾ ക്രിസ്തുയേശു ഈ കൽപ്പണികൾക്കുള്ളിൽ പകർന്ന വെള്ളത്തെ അത് വീഞ്ഞാക്കി മാറ്റി എന്നുള്ളത് നിശ്ചയമായിട്ട് ശുദ്ധീകരണം പ്രാപിക്കുന്ന മനുഷ്യ ജീവിതങ്ങളിലെ അത് ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ നിറവിലേക്ക് നയിക്കപ്പെടുവാൻ കഴിയും. അവർ അനേകരെ സന്തോഷിപ്പിക്കുന്നവരായി തീരും. സ്വർഗീയ വിവാഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ മണവാട്ടി പദവി അലങ്കരിക്കുവാൻ നല്ല വീഞ്ഞായി തീരുവാനുള്ള ഒരു ആത്മീയ വിളവ് കൂടിയാണ് കർത്താവ് അന്ന് വരെ ഉണ്ടാകാതിരുന്ന അത് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയാത്തത്. ഞാൻ പറഞ്ഞത് അതുവരെ ഉണ്ടായിരുന്ന
ഒരു രീതിയിലുള്ള വീഞ്ഞല്ല യേശുവിടെ ഉത്പാദിപ്പിച്ചത്. അത് ആ സമയത്ത് കൽപ്പരണികൾ കോരി നിറച്ച വെള്ളമാണ് ദൈവവചനത്തിന്റെ ശക്തിയാൽ വീഞ്ഞായി തീർന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം അതേ കുറിച്ചാണ് നമ്മൾ ചിന്തിപ്പാട്ടിടയാത്തത്. അപ്പോൾ ഈ വീഞ്ഞിന്റെ പ്രത്യേകത, അത് അപ്രസക്തമായിരിക്കുന്ന രണ്ട് സാധനങ്ങളെ, വസ്തുക്കളെയാണ് ദൈവം ഉപയോഗിച്ചത്. ഒന്ന്, ഇതൊരിക്കലും കല്യാണത്തിന്റെ ഒരു നിഴലല്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. കല്യാണത്തിന്റെ നിഴല് ഏദൻ തോട്ടത്തിൽ ഹവ്വയെ ദൈവം ആദമിൽ നിന്ന് വേർതിരിച്ചതിനോടുള്ള ബന്ധത്തിലും അവരുടെ വിവാഹത്തോടുള്ള ബന്ധമാണ് വിവാഹത്തിന്റെ നിഴൽ പഴയ നിയമത്തിൽ. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കല്യാണ സദ്യയോടുള്ള ബന്ധത്തിൽ അത് നിറവേറപ്പെടാൻ പോകുന്ന കല്യാണ സദ്യ ആത്മമൂലമാകുന്ന ക്രിസ്തുവും മണവാട്ടിയും പരിവാരങ്ങളും വരുമ്പോൾ ഭൂമി വെച്ച് നടക്കുന്ന ഉത്തമമായിരിക്കുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന കല്യാണ സദ്യ ഈ ഭൂമിയിൽ വെച്ച് നടക്കും. അതിന്റെ നിഴലായിരുന്നു യേശു ക്രിസ്തു അന്ന് യഥാർത്ഥത്തിലുള്ള ആത്മമണവാളനായി വിവാഹത്തിന്റെ വിവാഹ വിരുന്ന് കല്യാണം ഇവിടെ നടക്കുമ്പോൾ ദൈവരാജ്യത്തിലുള്ളവർ അന്ന് അതിൽ പന്തിച്ചിരിക്കുവാൻ വഴിയാത്തീരും. അതുകൊണ്ടാണ് ആരംഭം വീഞ്ഞിൽ തുടങ്ങി യേശുവിന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്ന തിരുവത്താഴ ശുശ്രൂഷയോട് ബന്ധത്തിൽ യേശു പറഞ്ഞു, നീ ദൈവരായ നിവൃത്തിയാകുവോളോ എന്ന് ഞാൻ കുടിക്കുകയില്ല എന്ന് അവരോട് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം നിവൃത്തിയാകുന്നത് ഇനി കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിലാണ് നിവൃത്തിയാകുന്ന സംഭവം നമ്മൾ ചിന്തിപ്പാട്ടിടയാത്ത. ഇത് മറ്റൊരു വിഷയം നമ്മൾ ചിന്തിച്ചത്, യേശുവിന്റെ അമ്മ മറിയ വന്ന് പറഞ്ഞതുകൊണ്ട് അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല യേശു അത് ചെയ്തത്. അതുകൊണ്ട് അത് പിതാവിന്റെ സമയത്തിന് വേണ്ടിയാണ് കർത്താവ് കാത്തിരുന്നത്. പിതാവിന്റെ ഇഷ്ടത്തിനാണ് യേശു ചെയ്തതെന്നുള്ളതും, ഈ ഒരു അമ്മ പറഞ്ഞതനുസരിച്ച് യേശുവിന്റെ അമ്മയെ മധ്യസ്ഥതയാക്കി ഒരിക്കലും പ്രാർത്ഥിപ്പാനോ യാചിപ്പാനോ ദൈവവചനം അനുശാസിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുവൻ മാത്രമേ ഉള്ള ഏക മധ്യസ്ഥൻ, അത് യേശുക്രിസ്തുവാണ്. അവൻ മാത്രമേ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയിട്ടുള്ളൂ. ബാക്കിയുള്ളവരാരും തന്നെ ഇതുവരെയും അവരുടെ ജഡമെല്ലാം നിദ്രാവസ്ഥയിലാണ്. ഇതുവരെയും ഒരൊറ്റ മനുഷ്യൻ പോലും ഉയർത്തപ്പെട്ടിട്ടില്ല. അവരെല്ലാവരും മരണാനന്തരം അവരുടെ ആത്മാക്കൾ വിശ്രമിക്കേണ്ട സ്ഥലങ്ങളിൽ വിശ്രമിക്കുന്നേയുള്ളൂ. അവരുടെ ശരീരം ഇപ്പോഴും മണ്ണോട് ചേർന്ന് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ മരിച്ച അവസ്ഥയിൽ അവരുടെ ശരീരം കിടക്കുന്നു. അവരുടെ ആത്മാവ് അവര് പറഞ്ഞുകൂടാത്ത, മനുഷ്യർക്ക് ഉച്ചരിക്കാത്ത വാക്കുകളിലും ഒക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരാരും സ്വർഗത്തിൽ ഇതുവരെ പിതാവിന്റെ അടുത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ട് മധ്യസ്ഥനായിട്ട് ഏക മധ്യസ്ഥനേ ഉള്ളൂ. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശു മാത്രമേ ഉയർത്തപ്പെട്ട് സ്വർഗാരോഹണം ചെയ്തിട്ടുള്ളൂ. അതിന് വിരുദ്ധമായി ആരെങ്കിലും സ്വർഗാരോഹണം ചെയ്തു എന്ന് പഠിപ്പിക്കുന്നെങ്കിൽ അത് ദൈവവചനത്തെ വിരുദ്ധവും അത് ശിക്ഷാർഹവുമാകുന്നു എന്നുള്ളതും രാത്രിയിൽ ദൈവത്താൽ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ അറിയിച്ചതിനൊഴികെ ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ വന്നു പറഞ്ഞാൽ അത് അങ്ങനെ അറിയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സുവിശേഷത്തിൽ എങ്ങും തന്നെ ദൈവത്തിൽ ഒരിടത്തും തന്നെ ആരും മരിച്ച് ഇതുവരെയും ഉയർക്കപ്പെട്ട് സ്വർഗാസുഖത്തിൽ എത്തിയിട്ടില്ല. പിതാവിന്റെ വലത്തുഭാഗത്ത് ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് പിതാവാം ദൈവത്തിന്റെ പുത്രനാകുന്ന വചനമാണ്, ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുന്നത്. മറ്റൊരു നാമത്തിലും വിശ്വസിക്കാതെ ക്രിസ്തു യേശുവിന്റെ നാമം മാത്രമാണ് സകല നാമത്തിലും മേലായ നാമം. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവമക്കളാകുവാൻ അധികാരവുമുള്ളത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കും. അതുകൊണ്ട് ദൈവമക്കളാകുവാനുള്ള ആത്മീയ അധികാരം ഒരു നാമത്തിലും ഇല്ല. ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ ഉള്ളൂ. ജീവനോടിരിക്കുമ്പോൾ വിശുദ്ധന്മാരോട് നമുക്ക് പ്രാർത്ഥന ആവശ്യപ്പെടാം. നമുക്ക് പരസ്പരം പ്രാർത്ഥന ആവശ്യമാണ്. മറ്റുള്ള പ്രാർത്ഥന ആവശ്യമാണ്, ചോദിക്കണം. യേശു പോലും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്നു. എന്നോടുകൂടെ ഒരു നാഴിക ഉണർന്നിരുന്ന് എനിക്ക് ഇല്ലയോ എന്ന് ചോദിപ്പാട്ടിടയാത്തത്. പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് അത് ജീവനോടിരിക്കുന്നവരുടെ പ്രാർത്ഥനയാണ്. എന്നാൽ മരിച്ച ശേഷം എത്ര വിശുദ്ധനാണെങ്കിലും അവരുടെ ആരുടെയും നാമത്തിൽ പ്രാർത്ഥിപ്പാൻ ദൈവവചനം അനുശാസിക്കുന്നില്ല. അത് പാപഹേതുവാണ്, ദൈവവചന വിരുദ്ധമാണ്. അതുകൊണ്ട്
അങ്ങനെ ഒരു സമ്പ്രദായം നിവർത്തിച്ചു വരുന്നെങ്കിൽ അത് തികച്ചും വചനവിരുദ്ധമായ കാര്യമാണ്. അപ്പൊ നമുക്ക് മേഘമധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് സിംഹാസനത്തിരിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. സ്വർഗത്തിൽ നമുക്ക് അവൻ മധ്യസ്ഥനായിട്ട് സ്വർഗത്തിൽ ഉള്ളപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ ഭൂമിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ദൈവസഭയാണ് മനുഷ്യർക്ക് വേണ്ടി ലോകജാതികൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. ദൈവം നമ്മളെ ഏൽപ്പിയ ദൗത്യമാണ്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ പിതാവിനോട് പക്ഷപാതം ചെയ്യുവാൻ പുത്രനായിരിക്കുന്ന ക്രിസ്തുവുണ്ട്. ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് നശിച്ചു പോകുന്ന മാനവജാതിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ദൗത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യണമെന്ന്. അപ്പോൾ ഇത്രയും പറയാൻ കാരണം, ഈ ഒരു വിഷയം എടുത്തൊരിക്കലും തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളിലേക്കോ പാരമ്പര്യങ്ങളിലേക്കോ ഒന്നും ആരും കടന്നു പോകാതെ വചനസത്യത്തിൽ നൽകാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെ രാത്രി ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞതെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഈ ഭാഗം വേഗത്തിൽ ഞാൻ രാത്രി കൺകൂടിയത് എന്ന് വെച്ചാൽ 2-ാം അധ്യായം പൂർത്തീകരിക്കുവാനാണ് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. അപ്പൊ അതിന്റെ 2-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ, എവിടെ നിന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാതെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. അപ്രസിദ്ധമായ 2 കാര്യങ്ങൾ. ഒരിക്കലും ആ വിവാഹ വീട്ടിൽ പിന്നീട് പ്രാധാന്യതയില്ലാത്ത 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ശുദ്ധീകരണ പ്രകാരമുള്ള 6 കൽപ്പാത്രങ്ങളും വെള്ളവും. അപ്പൊ ആ ശുദ്ധീകരണത്തിന്റെ സമയം കഴിഞ്ഞു, അത് പിന്നെ ആവശ്യമില്ല. അപ്പോൾ യേശു പറഞ്ഞത് തന്നെ ആ ശുദ്ധീകരണത്തിന്റെ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാനാണ് പറഞ്ഞു. എന്നാൽ അവര് യാതൊരുവിധമായ മടിയും കൂടാതെ അസാധാരണമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ കാരണം യേശുവിന്റെ വചനത്തിന്റെ ആധികാരികത കൊണ്ടും അധികാരം കൊണ്ടും അവർ ഊർജ്ജസ്വലരായി ആ വചനത്തിന്റെ ആകർഷണതയിൽ അവര് വെള്ളം പക്കോളം കൂടി നിറച്ചു. അവിടെ അവർക്ക് യേശുവിന്റെ വചനത്തോട് അനുസരണമാണ് അവർ വെളിപ്പെടുത്തിയത്. കാരണം പിന്നെ അവിടെ ആരും കാലി കഴുകി സദ്യക്ക് പ്രവേശിക്കാനിട്ടില്ല. ആ കൽപാത്രം അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇനി അടുത്ത വിരുന്ന് വീട്ടിൽ കൊണ്ടുപോകാനുള്ള പാത്രങ്ങളാണ്. അത് പിന്നെ വെള്ളമുള്ളത് കമത്തിക്കളഞ്ഞ് കൊണ്ടുപോകാനുള്ളത്, അതിന്റെ ആവശ്യമുള്ളതല്ല. എന്നാൽ അവിടെ വെറുതെ ഇരിക്കുന്ന ആ കൽപാത്രങ്ങളെ ശുദ്ധീകരണ പാത്രങ്ങളായ ദൈവം എന്ത് ചെയ്തു? അത് ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ അകത്ത് വെള്ളമല്ല വേണ്ടത്, വീഞ്ഞാ വേണ്ടത്. അവർക്ക് കുടിക്കാൻ വേണ്ടത് വീഞ്ഞായിരുന്നു. അപ്പം വെള്ളം കോരി കൊടുത്തിട്ട് കാര്യം, വെള്ളത്തിന് അവിടെ പ്രസക്തിയില്ല, അവിടെ വേണ്ടത് വീഞ്ഞായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങളും അവിടെ അതിന് അപ്പോൾ ആവശ്യമില്ലാത്ത, ഒന്ന് കൽപ്പണിയുടെ ആവശ്യമില്ല, 2 അവിടെ വെള്ളത്തിന്റെയും ആവശ്യകതയില്ല, അവിടെ വേണ്ടത് വീഞ്ഞായിരുന്നു. എന്നാൽ ഈ 2 കാര്യങ്ങളെയും, അപ്രസക്തമായിരുന്ന 2 കാര്യങ്ങളെയുമാണ് കർത്താവോടെ പ്രയോജനപ്പെടുത്തിയത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചു, നമ്മള് പ്രയോജനം ആയിരുന്നു. മനുഷ്യ വംശത്തിന്മേൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ടായിരുന്നു. ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവദേശമുള്ളതായിരുന്നു മനുഷ്യർ. അത് നഷ്ടപ്പെടുത്തി വെറും പാത്രങ്ങളായി മാറി, അതുകൊണ്ട് പ്രയോജനമില്ലാതെ തീർന്നു. എന്നാൽ നമ്മുടെ ജീവനം കൊണ്ടും പ്രയോജനമില്ലാത്ത ആയിരുന്നെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരമായി നമ്മളിൽ പകർന്ന ദൈവകൃപയുടെ ശബ്ദത്താൽ നാം ആത്മീയ ജീവനുള്ളവരായി നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവിന് പ്രതീക്ഷയുള്ളതാക്കി, സന്തോഷമുള്ളതാക്കി ദൈവമക്കളാക്കി തീർത്തു എന്നുള്ളത് കൂടി നമുക്ക് ഇതോടെ ബന്ധത്തിൽ കാണുവാൻ കഴിയുന്നു എന്നുള്ളതും ചിന്തിപ്പാട്ടിടയാക്കുന്നു. ഈ വിരുന്നുവാഴി ഈ അറിഞ്ഞില്ല എവിടെ നിന്നാണ് ഈ ഇത് കൊണ്ടുവന്നു. അവിടെ ആരും അത് പ്രസിദ്ധീകരിച്ചുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, കർത്താവ് ചെയ്ത പ്രവൃത്തി പോലും ആരെയും അറിയിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല. അത് അറിയേണ്ടവർ മാത്രം അറിഞ്ഞാൽ മതി എന്ന ഒരു തീരുമാനത്തിലാണ് കർത്താവ് തന്റെ ശുശ്രൂഷകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. അപ്പോൾ അത്രമാത്രം പ്രാധാന്യത ഉള്ളത് കൊണ്ടാണ് മണവാളനെ വിളിക്കുന്നത്. വിവാഹം നടക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യതയുള്ള മണവാട്ടിക്കുക. അപ്പൊ അവരെ ഒരിക്കലും ഇങ്ങനൊരു കാര്യം
മണവാളത്തിനെ ഒരിക്കലും വിരുന്നുവാഴി വിളിക്കത്തില്ല. അതിന്റെ ആവശ്യമില്ല, അവിടേക്ക് എത്തത്തില്ല. ഞാൻ പറയാം, നമ്മൾ വിവാഹം നടത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാതാപിതാക്കളോ മറ്റുള്ളവർക്ക് പറഞ്ഞു തീർക്കുകയുള്ളൂ. ഒരിക്കലും മണവാളിന് പോയി പറയത്തില്ല, അറിയിക്കത്തില്ല. എന്നാൽ ഇവിടെ ഈ വിരുന്നുവാഴിക്ക് ഈ വീഞ്ഞ് കുടിച്ചപ്പോൾ അവൻ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത, അന്ന് വരെ അവൻ രുചി നോക്കാത്ത, അത്രമാത്രം രുചികരമായ വീഞ്ഞ് എവിടെ നിന്ന് അറിയണം എന്നുള്ള ജിജ്ഞാസ ഉണ്ടായതുകൊണ്ടാണ് അവൻ ഉടനെ തന്നെ ഈ മണവാളിനെ വിളിച്ചത്. നമ്മുടെ കർത്താവ് ചെയ്താൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഇതുവരെ ഉണ്ടാകാത്ത, ഇതുവരെ ആരും ചെയ്യാത്ത പ്രവൃത്തിയാണ് കർത്താവ് ചെയ്യുന്നത്. അന്ന് വരെ ഉണ്ടാക്കിയ ഒരു വീഞ്ഞിന് പോലും തുലനം ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ടാണ്, ഒരു എമർജൻസി ആയിട്ട് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ഈ വിരുന്നുവാഴിക്ക് അത് അടക്കി നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മണവാളനെ വിളിച്ച് പറഞ്ഞത്. അവനെ അപ്രിഷ്യേറ്റ് ചെയ്ത് പറയുക, അവനോട് പറയാ, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്, നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. കാരണം വിരുന്നുവാഴിക്ക് അവിടെ അത് പറയാതിരിക്കാൻ കഴിയത്തില്ല. അവന് അതിന്റെ രുചി അതുവരെ അവൻ ടേസ്റ്റ് ചെയ്യാത്തതാ. വിരുന്നുവാഴി എന്ന് പറയുമ്പോൾ നിരവധി വിവാഹങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തിയാണ്. സാധാരണ രീതിയിലുള്ള ചെയ്യുന്നത്, ആദ്യം നല്ലത് കൊടുക്കും, പിന്നീട് ലഹരി പിടിച്ചു കഴിയുമ്പോൾ പിന്നെ എളുപ്പമായത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കൊടുക്കുന്നത് ഏറ്റവും അവർക്ക് ഉണ്ടായിരുന്ന ഏറ്റവും നല്ല കൊടുത്ത്, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ രുചിയൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ആ സമയത്താണ് എളുപ്പമായത് കൊടുത്ത് ഈ വിരുന്ന് പൂർത്തീകരിക്കുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി കണ്ടപ്പോൾ, സാധാരണ ഇന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു പ്രവൃത്തി കണ്ടപ്പോൾ, വിരുന്നുവാഴി അപ്പോൾ തന്നെ മണവാളനെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു വന്നു കഴിഞ്ഞാൽ, യേശു ഏതെങ്കിലും ഭവനത്തിൽ വന്നാൽ അത് വ്യത്യസ്തമുള്ളതായിരിക്കും. അവിടെ ചെയ്യുന്ന പ്രവൃത്തി ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. അത് പറയേണ്ടവരോട് പറയേണ്ടതായിട്ടുള്ള ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് മാറിയത് കൊണ്ടാണ് വിരുന്നുവാഴി വിളിച്ചവനോട് പറഞ്ഞത്, നീ ഇത്ര നല്ല വീഞ്ഞ്, ഈ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറയുവാനിടയായിട്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ കണ്ണുനീരും പ്രയാസവും ഇല്ലായ്മയും ശൂന്യതയും ഒക്കെ കണ്ടുകൊണ്ട് അവൻ പ്രവർത്തിക്കാനായി നായകനായി അഭിഷേകം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് അവൻ ഏറ്റെടുക്കുന്നത് ഏറ്റവും ഭംഗിയായിരിക്കും, മനോഹരമായിരിക്കും. കഴിഞ്ഞ നാളുകളിൽ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന സകല ദുഃഖവും വേദനയും ഭാരവും മാറുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് അഭിഷേകം മാറ്റുവാൻ സകലത്തിനും അധികാരമുള്ള യേശു കർത്താവിന് കഴിയും. അതുകൊണ്ട് കർത്താവ് നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് നാം ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് വിശ്വസിക്കുന്ന ഒരു നാളും ലജ്ജിച്ചു പോകാൻ ഇടയാകുകയില്ല എന്ന് പറയും. അവൻ പ്രവർത്തിക്കുന്നവനാ. അവൻ പ്രവർത്തിക്കുമ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ അസാധാരണമായ പ്രവർത്തികളെയാണ് കർത്താവ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഞ്ഞിന്റെ മാധുര്യം രുചിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് രുചി നോക്കിയ വിരുന്നുവാഴി അപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ മണവാളനെ വിളിച്ചു പറയുക, ഞാൻ നിരവധി വിവാഹങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും ഇതുപോലൊരു വീഞ്ഞ് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല, ഞാൻ രുചി നോക്കിയിട്ടില്ല. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, അനേകരെ കൊണ്ട് സാക്ഷ്യം പറയിക്കുന്ന അത് ദൈവപ്രവൃത്തിയാണ്. ദൈവം ഇറങ്ങി വന്ന ദൈവം മറ്റുള്ള എല്ലാവർക്കും സന്തോഷമായി. വീടിന്റെ അകത്തളത്തിൽ വലിയ മാറ്റമുണ്ടായി. അതുവരെയും അകത്ത് വലിയ ഞെരുക്കമായിരുന്നു, വേദനയായിരുന്നു. എന്നാൽ ഒരുവൻ കൽപ്പാത്തങ്ങളുടെ അടുക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ വിട്ട് വരുന്നതിന് മുമ്പ് വീടിന്റെ ശൂന്യതയെ കണ്ടതുകൊണ്ട് എവിടെ തുടങ്ങണമെന്ന് അവൻ അറിയാമായിരുന്നുകൊണ്ട് അവൻ അതിന്റെ അരികെ നിൽക്കുകയായിരുന്നു. ഈ വാർത്തയുമായി മറിയ അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ അവന് അവിടെ തന്നെ നിന്നത് അത് ചെയ്യാൻ വേണ്ടിയായിരുന്നു. നമ്മുടെ കർത്താവിനറിയാം എവിടെ നിൽക്കണമെന്ന്. രാത്രിയിൽ ഭാരപ്പെടുന്ന വിഷയത്തിന് പരിഹാരമായി, ഉള്ളിലുണ്ടാകുന്ന ഭാരത്തിന് പരിഹാരമായി യേശു ആ പരിഹാരത്തിന് സ്ഥാനത്ത് വന്ന് നിൽക്കുന്നുണ്ട്.
അവൻ പരിഹരിക്കാൻ വേണ്ടി അവൻ ആ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അകത്തുള്ള വേദന മാറിപ്പോകും, ഭാരങ്ങൾ മാറിപ്പോകും, ശൂന്യതകൾ മാറിപ്പോകും. അവനത് പ്രവർത്തിച്ചിട്ടേ അതിനകത്തേക്ക് പ്രവേശിക്കുകയുള്ളൂ. നിരാശയുടെ വീട്ടിലേക്ക് പ്രവേശിക്കാതെ ക്രിസ്തു മുഖാന്തരമുള്ള ആ വലിയ സന്തോഷത്തിന്റെ ഭവനമായി തന്നെ മാറ്റി എടുത്ത് കർത്താവ് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി, യേശുവിടെ മഹത്വത്തെ വെളിപ്പെടുത്തിയപ്പോൾ ദൈവരാജ്യത്തെ വെളിപ്പെടുത്തി, ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി, അതുപോലെ അസാധ്യങ്ങളെ സാധ്യമാകും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി, യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന കുഞ്ഞാടിന്റെ മണവാട്ടി ആയ നല്ല വീഞ്ഞിനെ വെളിപ്പെടുത്തി. അതുപോലെ തന്നെ ദൈവരാജ്യം സാക്ഷാൽ അത് സ്ഥാപിതമാകും എന്നുള്ളത് കർത്താവിടെ വെളിപ്പെടുത്തുവാടെ എത്തുന്നപ്പോൾ യേശു ക്രിസ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ അതിലെല്ലാം അടങ്ങിയിരുന്നു. തന്റെ രക്തം കൊണ്ടുള്ള ശുദ്ധീകരണം, മുഖാന്തരമായി പകരപ്പെടുന്ന പരിശുദ്ധാത്മാഭിഷേകം, ദൈവരാജ്യത്തിന്റെ വ്യാപ്തി, അതിൽ നിന്ന് ദൈവസഭയുടെ പണി, ദൈവരാജ്യത്തിൽ നിന്ന് ഏറ്റവും നല്ല വീഞ്ഞാകുന്ന മണവാട്ടി സഭയെ ഉത്പാദിപ്പിച്ചെടുക്കുന്ന ദൈവപ്രവൃത്തി, അതെല്ലാമാണ് ക്രിസ്തു മുഖാന്തരം, അവന്റെ രക്തം മുഖാന്തരം സംഭവിച്ചത്. ഇതെല്ലാം ഈ കുഞ്ഞാടിന്റെ അത്ഭുതങ്ങളുടെ പ്രവൃത്തിയുടെ ആരംഭങ്ങളിൽ ഒന്നായി തീരുവാനിടയാത്തും. കാനാവിലെ കല്യാണത്തിൽ തന്റെ പ്രവൃത്തി ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാനിടയാത്തും. ആ മഹത്വം വെളിപ്പെടുത്തിയ കർത്താവിന് അന്ന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അവിടെയാണ് കർത്താവ് അത്ഭുതം പരസ്യമായി ചെയ്ത് അതിന്റെ മഹത്വം വെളിപ്പെടുത്തിയത്. ദൈവ തേജസ് വെളിപ്പെടുവാനിടയാത്തുന്നു. അതെ, കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നിരാശയും ദുഃഖവും പ്രയാസവും മാറി. അത് സ്നേഹത്തിന്റെയും ആനന്ദത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ഭവനമായി മാറിയതുപോലെ ലോകം മുഴുവനും ഒന്ന് അനുഭവിക്കുന്ന സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പുറകിൽ പ്രവർത്തിക്കുന്നത് ക്രിസ്തു മുഖാന്തരം പകരപ്പെട്ടിരിക്കുന്ന സുബോധത്തിന്റെ പരിശുദ്ധാത്മാവിനാണ്. ഈ ആത്മാവിനെ ദാനമായി തന്ന പിതാവാം ദൈവത്തിന് ക്രിസ്തു മുഖാന്തരം രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാം. അത് നിഴലായി നിൽക്കുമ്പോൾ പൊരുളായിട്ടുള്ളത് ഈ ഭൂമിയിൽ നിറവേറപ്പെടും. കർത്താവ് തന്റെ മണവാട്ടിയുമായി ഭൂമി വരുമ്പോൾ ആ കല്യാണ സദ്യയിൽ ഞാനും നിങ്ങളും മണവാട്ടിയായി മണവാളോട് കൂടെ ആ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുവാൻ വേണ്ടിയുള്ള പദവി നമുക്കുണ്ട്. ആ നല്ല വീഞ്ഞിൽ പെടുവാൻ, നേത്രമായി പെടുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാനാവിലെ കല്യാണത്തോടുള്ള ബന്ധത്തിലുള്ള വിഷയത്തെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനുശേഷമായി യേശു കർത്താവ് അതിന്റെ 12-ാം വാക്യം കാണുന്നത്, അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കവർന്നഹൂമിലേക്ക് പോയി അവിടെ ഏറെ നാൾ പാർത്തില്ല. കർത്താവ് അതിനുശേഷമായിട്ട് അപ്പോൾ ഈ വിവാഹത്തിന് യേശുവിന്റെ അമ്മയുണ്ടായിരുന്നു, സഹോദരന്മാരുണ്ടായിരുന്നു, അവന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാരും ഉള്ള ആ വിവാഹ വീട്ടിൽ നിന്ന് കർത്താവും അവരോട് കൂടെ വന്നു എല്ലാവരും കവർന്നഭൂമിയിലേക്ക് പോയി അവിടെ ഏറെ നാൾ പാർത്തില്ല. അവിടെ ഏറെ നാൾ പാർക്കാത്തതിന്റെ കാരണം ഈ പെസഹയുടെ പെരുന്നാൾ യെരൂശലേമിൽ ആരംഭിക്കാനുള്ള സമയമായതുകൊണ്ടാണ്. അവിടെ കവർന്നഭൂമിയിലേക്ക് ചെന്നു. അവിടെ ഏറെ നാൾ പാർക്കാതെ തന്നെ യെരൂശലേമിലേക്ക് പോയി എന്നുള്ളതാണ് അതിന്റെ അടുത്ത വാക്യങ്ങൾ കാണുന്നത്. കവർന്നഭൂമിയിൽ എത്തിയതിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. കവർന്നഭൂമിയിലേക്കാണ് പോയത് എന്നുള്ളതിന് തെളിവായിട്ട് മർക്കോസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിലെ 21-ാമത്തെ വാക്യത്തില് യേശു കവർന്നഭൂമിയിലേക്ക് പോയതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാനാവിൽ നിന്ന് കർത്താവ് പോകുന്നത് കവർന്നഭൂമിയിലേക്കാണ് പോയത്. 1-ാമത്തെ 21-ാം വാക്യം, അവർ കവർന്നഭൂമിയിലേക്ക് പോയി ശബത്തിൽ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവരുടെ ഉപദേശങ്ങൾ അവർ വിസ്മയിച്ചു, വിശ്വാസം. അപ്പൊ അതിനുശേഷം കർത്താവ് തന്റെ ശുശ്രൂഷ പരസ്യമായി പല സ്ഥലങ്ങളിൽ ചെയ്യാൻ തുടങ്ങി. ഇതിനോടനുബന്ധമായി കാണുന്നത് പിന്നീട് മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തോടെ കണ്ടില്ല. അവർ കവർന്നഭൂമിയിലേക്ക് പോയി ശബത്തിൽ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. ഒരു ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലുള്ള അധികാരമുള്ളതായിട്ട്, അപ്പൊ അവിടെ പള്ളി അശ്വതാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു നോക്കാൻ, യേശുവെ, ഞങ്ങൾക്ക് നിനക്ക് തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പാൻ വന്നുവോ? നീ ആരെന്ന്
ഞാൻ അറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് തന്നെ പറഞ്ഞു. യേശു അതിനെ ശാസിച്ച് മിണ്ടരുത് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ കവർന്നുപോയി യേശു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് പത്രോസിന്റെ ഭവനത്തിൽ ചെല്ലുന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ശേഷമായി കർത്താവ് ഈ യഹൂദന്മാരുടെ പെസഹ ആയതുകൊണ്ട് സമയമാകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. അതിന്റെ 2-ാം അധ്യായം 11-ാം വാക്യം. ഈ 30-ാമത്തെ വയസ്സിൽ യേശു പോയപ്പോൾ അതിന് മുമ്പ് പോയതുപോലെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അത് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 41-ാമത്തെ ലൂക്കോസ് സുവിശേഷത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവ് ഇതിനു മുമ്പ് പോയിക്കൊണ്ടിരുന്നത് അവന്റെ കുടുംബത്തോടു കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് പതിവ് പോലെ ഈ യെരൂശലേം ദേവാലയത്തിൽ എത്തുക എന്നുള്ളത് ഒരു കുടുംബത്തിന്റെ ഒരു നിരന്തരമായി ചെയ്തു വന്നിരുന്ന കാര്യമാണ്. 2-ാം അധ്യായം ലൂക്കോസ് 41-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞു മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരൂശലേമിൽ താമസിച്ചു. അപ്പോൾ യേശു വളർന്ന 12 വർഷം വരെ ആദ്യം എടുത്തോട്ട് പോയി, അതിനുശേഷം ഇവരോട് നടന്നുപോയി. അതിന്റെ 12-ാമത്തെ വയസ്സായപ്പോൾ യേശു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരോടെ പോയപ്പോൾ യേശു ദേവാലയത്തിൽ ഇരിക്കാൻ കഴിയാത്തത്. ഞാൻ പറഞ്ഞത് 30-ാമത്തെ വയസ്സിൽ യേശു പോകുന്നത് ശുശ്രൂഷ ബന്ധത്തിൽ പോകുമ്പോൾ യേശു അവന്റെ ഉത്തരവാദിത്തോടുകൂടി അവൻ പോവുകയാണ്. അതുവരെയും നസ്രത്തിൽ വന്ന് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഈ ദൈവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ 2-ാം അധ്യായം 51-ാം വാക്യം അവൻ അവരോട് കൂടി ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഭവിക്കും. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. എന്നാൽ 40-ാം വാക്യം പറഞ്ഞത് പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ 52-ാം വാക്യത്തിൽ പറയുന്നത് യേശുവോ, പൈതൽ നിന്ന് മാറിയിട്ട് യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അപ്പൊ പൈതലായിരിക്കുന്ന യേശു 12 വയസ്സായപ്പോൾ എവിടെയായിരുന്നു എന്നുള്ളത് ദേവൻ വ്യക്തമാണ്. അവൻ യെരൂശലേം ദേവാലയത്തിൽ ഇരുന്നു എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തുമ്പോൾ അത് അവന്റെ പിതാവിന്റെ ഉള്ളതിലാണ് അവൻ ഇരിക്കേണ്ടത് എന്ന് അവരോട് പറയാൻ ഇവിടെ എത്തുന്നു. അതിലെ 2-ാം അധ്യായം 49-ാം വാക്യം അവരോട് എന്നെ തെരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവിടെ കഥ വെളിപ്പെടുത്തുകയാണ്. ശൈശവപ്രായത്തിൽ നിന്ന് ബാല്യപ്രായത്തിലേക്ക് കടന്നപ്പോൾ യേശു പറയുകയാണ് ജ്ഞാനം നിറഞ്ഞവനായി ആത്മാവിൽ ബലപ്പെട്ടു പോകുന്ന ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. അപ്പോൾ ആ കൃപയുള്ള വളരും തോറും അത് വളർന്നു വന്ന് 12 വയസ്സായപ്പോൾ യേശു പറയും എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് അറിയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആലയം അന്ന് യെരൂശലേം ദേവാലയത്തിന്റെ ആലയത്തിൽ യേശു ഇരുന്നപ്പോൾ പറഞ്ഞത് എന്റെ പിതാവിന്റെ ആലയമാണ്. പിതാവാൻ ദൈവമായിട്ടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തി 12-ാമത്തെ വയസ്സിൽ. എന്നാൽ അവന് സമയമാകാത്തത് കൊണ്ട്, പ്രവർത്തിക്കാനുള്ള സമയം ആകാത്തത് കൊണ്ട് യേശു അവിടെ നിന്ന് പുറപ്പെട്ട് അവരോട് പറഞ്ഞത് വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. പിന്നെ ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ പഠിക്കുമ്പോൾ വിചാരിക്കുകയല്ല, യേശു അതിന് ശേഷമായി ഈ 13-ാമത്തെ വയസ്സിലും 14-ാമത്തെ വയസ്സിലും ഒക്കെ ഇവര് പോകുമ്പോൾ അവരോട് പോവുകയും മടങ്ങി വരികയും നസ്രത്തിൽ വന്ന് കീഴടങ്ങിയിരിക്കുകയും ചെയ്തു. അങ്ങനെ യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്ന യേശു സ്നാനത്തോടുകൂടി ആത്മാഭിഷേകം നിറഞ്ഞവനായി പൈശാചിക പരീക്ഷകളെ 40 ദിവസം ജയിച്ച് അവൻ ഗലീലയിൽ മടങ്ങി വന്നതിനെ കുറിച്ച് നമ്മൾ പാടെ തന്നു. അതിനുശേഷമായിട്ട് ഈ യേശുവിന്റെ 1-ാമത്തെ അത്ഭുതം അടയാളം ചെയ്ത ശേഷമായി നടക്കുന്ന യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി എന്നാണ് സന്ദർഭത്തെ നമ്മൾ പഠിക്കുമ്പോൾ കാലങ്ങളുടെ ബന്ധത്തിൽ
നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ യേശു യഹൂദന്മാരുടെ പെസഹ സമയമാകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. ഈ പോകുന്ന പോക്ക് മുമ്പുള്ള യാത്രയിൽ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അവൻ അധികാരമുള്ളവനായിട്ടാണ് അവിടേക്ക് പോകുന്നത്. അതുവരെ അവിടെ ചെന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പങ്കാളികളായി അവർ കൊടുക്കുന്ന നസറത്തിൽ ചെല്ലുമ്പോൾ അവിടെ കൊടുക്കുന്ന പുസ്തകം വായിച്ച് ശുശ്രൂഷകൾ പങ്കാളിത്തം വഹിച്ച് യേശു സാധാരണ ഒരു യഹൂദ യവനക്കാരനെ പോലെയാണ് അവിടെ വളർന്നത്. എന്നാൽ പിതാവ് തന്റെ പുത്രനെ വെളിപ്പെടുത്തിയ ശേഷമായി ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള വെളിപ്പാട് വെളിപ്പെടുത്തിയ ശേഷമായി യേശു പോകുന്നത് അതേ ആലയത്തിലേക്ക് പോകുന്ന അധികാരമുള്ളവനായിട്ടാവും. 30 വയസ്സ് മുമ്പ് വരെയും കഥാവ് പോയപ്പോ എല്ലാം കണ്ടതാ. എന്നാൽ ഒന്നും അവനോട് ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കുന്നല്ല ദൈവപ്രവർത്തി. അതിൻ്റെതായ സമയത്ത് മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. 30 വയസ്സ് പോയപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടതാ. ഇതിലൊന്നും കർത്താവ് ഒരു കാര്യം ഇടപെട്ടില്ല. പിതാവാം ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആണ് അവൻ യെരൂശലേം ദേവാലയത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിക്കുന്നത് അധികാരത്തോടെയാണ് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. എന്താ ചെയ്യുന്നറിയാമോ? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കവർന്നൂമിലേക്ക് പോയി അവിടെ ഏറാൻ പാർത്തില്ല. പിന്നീട് കർത്താവ് ചെയ്തത് യെരൂശലേം ദേവാലയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ചമ്മട്ടി കയറുകൊണ്ടുണ്ടാക്കുകയാണ് ചെയ്തത്. യെരൂശലേമിലേക്ക് പോയി ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞു, മേശകളെയും മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചെന്ന് അറിയാമോ? പിതാവ് യെരൂശലേം ദേവാലയത്തെ പിതാവിനുള്ളതാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ പിതാവിനുള്ള ആലയത്തിലെ ശുശ്രൂഷകളെല്ലാം ചടങ്ങുകളായി മാറി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയ സന്ദർഭത്തിൽ അധികാരത്തോടെ വാണിഭശാലിയാക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ തൂക്കിക്കളഞ്ഞിട്ട് പോയി ഇതിനെ കൊടുത്ത് കൊണ്ടുപോകും. ഇതിനെ ഇങ്ങനെ ചെയ്യാനല്ല ദൈവം പറഞ്ഞത്. ഇതിന്റെ ആവശ്യം ഇനിയില്ല എന്ന അർത്ഥത്തിലാണ് കർത്താവ് അവിടെ ചമ്മട്ടുണ്ടാക്കി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ ഈ വാണിഭശാലിയായി തീർന്ന ഈ യെരൂശലേം ദേവാലയത്തെ കർത്താവ് ശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ അർത്ഥം കർത്താവ് കാണിച്ചത് മറ്റൊന്നുമല്ല. ഒന്ന്, ഇപ്പോൾ ഈ മോശ പറഞ്ഞ പ്രമാണം അത് നല്ലതിനായിരുന്നു. പക്ഷെ ഇവിടെ ഈ പൊൻവാണിഭക്കാർ എന്ന് പറഞ്ഞാൽ പൈസ കടം കൊടുക്കുന്നവർ, ലാഭത്തിന് കൊടുക്കുന്നവർ, അല്ലെങ്കിൽ വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരോട് ഇരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ്സുകാര്, പൊൻവാണിഭക്കാര്, കാളയാട്, പ്രാവ് എന്നിവ കൊടുക്കുന്നവര്, നമുക്കറിയാലോ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ബിസിനസിന്റെ മാർഗങ്ങളുണ്ട്. പക്ഷെ എന്നാൽ ദൈവം തന്റെ കൽപ്പന കൊടുത്ത് യെരൂശലേം ദേവാലയം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ അവിടെ ബിസിനസ് നടത്താൻ വേണ്ടി ദൈവം ആരെ ആക്കിയിരുന്നില്ല. അവര് കൊണ്ടുവരണമായിരുന്നു. പക്ഷെ ഇവരിപ്പോൾ വന്ന് ഇവർ വെറുതെ വരും. ഒരാടിനെ വേണം, ഒരു കാളയെ വേണമെങ്കിൽ അവിടെ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കുക, ചെയ്യുക, അത് ചടങ്ങായിട്ട് ചെയ്തു പോകുക എന്നതാക്കി മാറ്റപ്പെട്ടു. ദൈവം എന്തിനു വേണ്ടി അതിനെ കാര്യങ്ങളെ കൊടുത്തിരുന്നുവോ അതിനെയെല്ലാം കാറ്റിൽ പറത്തി പണസമ്പാദനത്തിനുള്ള മാർഗമായി ആരാധനയേക്കാൾ ഉപരിയായി സാമ്പത്തിക വിഷയത്തോടുള്ള ബന്ധത്തിൽ യെരൂശലേം ദേവാലയം മാറി. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസഭകൾ ആരാധനാ സ്ഥലങ്ങളാണ്. അതൊരിക്കലും ലാഭകേന്ദ്രങ്ങളാക്കി തീർക്കാനുള്ള സ്ഥലങ്ങളല്ല. സുവിശേഷ വേല, സുവിശേഷ പ്രവർത്തനം ഒരിക്കലും ബിസിനസ് അല്ല, അത് കച്ചവടമല്ല. എങ്ങനെ അതുകൊണ്ട് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ മാറ്റരുത് സുവിശേഷം. നമുക്ക് അതുകൊണ്ട് ഉപജീവിക്കാം, ഉപജീവനത്തിന് മാർഗമുണ്ട്, നല്ലതാണ്. സുവിശേഷം അറിയിക്കുന്നതുകൊണ്ട് ഉപജീവിക്കുന്ന. എന്നാൽ അതിനെ ഒരിക്കലും ബിസിനസ് ആക്കി മാറ്റാൻ പാടില്ല.
ഇവിടെ അന്ന് ചെയ്തതുപോലെ ഇന്നും അനേകര് ദൈവനാമത്തെയും ദൈവീയ ശുശ്രൂഷകളെയും ബിസിനസ്സാക്കി മാറ്റുന്നുണ്ട്. അത് ദൈവത്തെ വിരുദ്ധമാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, യാഗം വേണം, അതെല്ലാം നടക്കേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയായിരുന്നു നമ്മൾ പണ്ട് യാഗം നടത്തി, മോശം നടത്തിയ സമയത്ത് യാഗങ്ങൾ എങ്ങനെയായിരുന്നു? അവരോടൊന്ന് വാങ്ങിച്ച് അങ്ങനെ ചെയ്യായിരുന്നു, അല്ലായിരുന്നു. അവര് അതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ എല്ലാം ഈസിയാക്കി മാറ്റി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പൈസ മാത്രം മതി എന്നുള്ള നിലവാരത്തിലേക്ക് അധപ്പതിച്ചപ്പോൾ യേശു പറഞ്ഞു, എന്റെ പിതാവിന്റെ ആലയം, അതിനെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കാൻ ഇടയാക്കുന്നു. അപ്പോൾ ഇതനുബന്ധമായ കർത്താവിന്റെ ശുശ്രൂഷ ബന്ധത്തിൽ നടക്കുന്ന രണ്ട് സമയം യേശു കർത്താവ് ഈ യേശു ദേവാലയം ശുദ്ധീകരിക്കും. ഒന്ന്, അതിന്റെ ശുശ്രൂഷ ആരംഭത്തിൽ ചെയ്യും. രണ്ടാമത് കർത്താവ് ശുശ്രൂഷയുടെ അവസാന സമയത്ത് എടുക്കുമ്പോഴും ഈ യേശു ദേവാലയത്തെ ശുദ്ധീകരിക്കാനായിട്ട് കാണുന്നു. അത് മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 45 മുതൽ 47 വാക്യങ്ങളിലും, മത്തായി സുവിശേഷം 21-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിലും നമുക്ക് കാണാം. രണ്ട് സന്ദർഭങ്ങളാണ്. ഒന്ന്, ഈ യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആലയം ശുദ്ധീകരിക്കുന്നത് കർത്താവിന്റെ ശുശ്രൂഷ ആരംഭത്തോടുള്ള ബന്ധത്തിലാണ്. കാനാവിലെ കല്യാണം കഴിഞ്ഞ് കവർന്നഭൂമിയിലേക്ക് പോയി അവിടെ അധികം നാൾ പാർക്കാതെ യേശു വേഗത്തിൽ യേശുവിലേക്ക് പോകുന്ന പെസഹ പെരുന്നാൾ എടുത്തതുകൊണ്ടാണ്. എന്നാൽ മത്തായി സുവിശേഷത്തിലെ മർക്കോസും ലൂക്കോസും രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സമയം ഇതല്ല, ഇതിനോട് ബന്ധത്തിലല്ല. അത് യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാനത്തോടുള്ള ബന്ധത്തിൽ നടത്തുന്ന ശുദ്ധീകരണമാണ്. അപ്പോൾ രണ്ടും വ്യത്യസ്തമാണെന്നുള്ളത് മനസ്സിലായി. നമ്മൾ ഒരിക്കലും ഒന്നാണെന്ന് ചിന്തിക്കരുത്. ഇതിന്റെ സന്ദർഭങ്ങളോടുള്ള ബന്ധത്തിൽ പഠിച്ചെങ്കിലേ നമുക്കതിന്റെ യഥാർത്ഥമായ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തെ കൂടി ഇപ്പോൾ എടുത്ത് ഉദ്ധരിക്കുന്നത്. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിനോടനുബന്ധമായിട്ട് മർക്കോസ് സുവിശേഷം 15 മുതൽ 12 വാക്യങ്ങളും, ലൂക്കോസ് സുവിശേഷം 19 മുതൽ 44 വാക്യങ്ങളെ കുറിച്ച് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന അധികാരമായിരിക്കുന്ന ശുശ്രൂഷയുടെ ബന്ധത്തിൽ ചെയ്തിരിക്കുന്ന ശുദ്ധീകരണത്തെ കുറിച്ച് ഇവിടെ യോഹന്നാൻ രേഖപ്പെടുത്തി മറ്റ് 3 സുവിശേഷം എഴുതിയിട്ടില്ല. എന്നാൽ മറ്റ് 3 സുവിശേഷം എഴുതിയിരിക്കുന്ന അവസാന ശുദ്ധീകരണത്തെ കുറിച്ചുള്ള കാര്യം യോഹന്നാൻ രേഖപ്പെടുത്തി. മത്തായി സുവിശേഷം 21 മുതൽ വാക്യങ്ങൾ, 12 മുതൽ വാക്യങ്ങൾ വായിക്കും. യേശു ദേവാലയത്തിൽ ചെന്നു. നമുക്കറിയാം, യേശു ഓസ്ട്രേലിയയുടെ ജനത്തോടൊപ്പം യാത്ര ചെയ്ത ശേഷമായി, ഏകോഷ യാത്ര നടത്തി യേശുവിലേക്ക് എത്തിയ ശേഷമായി യേശു ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. വാണിഭക്കാരുടെ മേശകളെയും പാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞ് അവരോട്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അതിനെ വാണിഭശാലയായിട്ടാ കണ്ടെങ്കിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ 3 വർഷം കൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷ അവസാന സമയമായപ്പോൾ ഇവരീ ദൈവിക പ്രമാണങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് കർത്താവ് പ്രസംഗിച്ചത് മാനസാന്തരം ഉണ്ടായത്. അവസാനം ആദ്യം ബിസിനസ് ആയിരുന്നെങ്കിൽ പിന്നീട് കള്ളന്മാരുടെ സങ്കേതമാക്കി മാറ്റി. സുവിശേഷമാകുന്ന പ്രകാശം അവിടെ വ്യാപരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ പ്രകാശമുണ്ടാകേണ്ട യെരൂശലേം ദേവാലയം ദിവസം ചെല്ലുമ്പോൾ ആദ്യം അത് ബിസിനസ്സാക്കി മാറ്റിയെങ്കിൽ, മുമ്പ് പഴയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ പാവം പോകാൻ കർത്താവ് അടച്ചു കളയുന്നതായിരുന്നു, ദൈവം പൊളിച്ചു കളഞ്ഞതാണ്, വീണ്ടും പണിതതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഉയർച്ച താഴ്ചകളിലൂടെ യെരൂശലേം ദേവാലയം പോയിട്ടുണ്ട്. യേശുക്രിസ്തു വന്ന സമയത്ത് അവരിതിനെ ആദ്യം കണ്ടത് ബിസിനസ്സാക്കിയ കണ്ടതെങ്കിൽ, കർത്താവിന്റെ ശുശ്രൂഷ അവസാനിക്കുന്ന സമയത്ത് കർത്താവ് രണ്ടാമത് ചെയ്യുമ്പോൾ ആ സമയത്ത് കർത്താവ് ഇതിനെ പറയുന്നത്, നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തതാണ്. അപ്പൊ വ്യത്യാസം മനസ്സിലാക്കണം. ആദ്യം ബിസിനസ് ആയിരുന്നു, പിന്നീട് ഇത് വാസ്തവത്തിൽ അത് വർദ്ധിച്ച് വന്ന് ഇരുളായി മാറി കള്ളന്മാരുടെ സങ്കേതമായി പ്രാർത്ഥനാലയം മാറി എന്ന ദുരവസ്ഥയിലേക്ക് വന്നപ്പോൾ കർത്താവ് അവിടെ കയറുവാൻ ഇടയാക്കുന്നു എന്നാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ് രേഖപ്പെടുത്തിയത്. 2 സന്ദർഭങ്ങളെ മനസ്സിലാക്കി വിചാരിക്കും.
രണ്ട് സന്ദർഭം. ഒന്ന്, ശുശ്രൂഷ ആരംഭത്തോടുള്ള ബന്ധത്തിൽ ആരംഭിച്ചപ്പോൾ അതിനെ വാണിഭശാലിയാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തുകയും കർത്താവ് അവനാണെന്ന് അത് വ്യക്തമാക്കി തീർക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് ഈ ഭാഗം എടുത്ത് ചിന്തിക്കുന്നത് രണ്ട് സന്ദർഭങ്ങൾ നടക്കുന്ന സംഭവങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിതിനെ ഒരുമിച്ച് എടുക്കാൻ കഴിയാത്തത്. രണ്ട് സന്ദർഭങ്ങളിലും കർത്താവ് പറഞ്ഞത്, ഒന്ന് ആദ്യം പറഞ്ഞത് അതിനെ വാണിഭശാലിയാക്കി ബിസിനസ് സ്ഥലമാക്കി മാറ്റി എന്നാ പറഞ്ഞെങ്കിൽ, രണ്ടാമത് കർത്താവ് പറഞ്ഞത് അതിനേക്കാൾ വളരെ ഗൗരവമേറിയ കുറ്റാരോപണമാണ് അന്നത്തെ അവിടുത്തെ സംവിധാനങ്ങളെ നോക്കി കർത്താവ് ഉറക്കെ പറഞ്ഞത്. അതാ പറഞ്ഞത്, നിങ്ങളിതിനെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ പുകയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുവാടെ നമുക്കറിയാം. പിന്നീട് ഉപജാപക സംഘങ്ങൾ അതിനകത്ത് എടുക്കാൻ കഴിയുന്നത്. ഏത് കാര്യം, ഏത് പ്രസ്ഥാനവും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ, പറഞ്ഞ ദൈവരാജ്യത്തിന്റെ കാര്യം, ദൈവിക പ്രവർത്തികൾ ഒരിക്കലും ലാഭമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, അതിനുവേണ്ടി നീങ്ങിയാൽ അവസാനം അത് എത്തിച്ചേരുന്നത് കള്ളന്മാരുടെ ഗുഹയായി മാറും. ഞാന് പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നത്, ദൈവമക്കളെ, നമ്മൾ വിശ്വാസം വന്നിരിക്കുന്നത് ആത്മീയ ബിസിനസ് നടത്താൻ വേണ്ടിയല്ല, അത് സമ്പാദിക്കാൻ വേണ്ടിയല്ല. നമുക്ക് ആവശ്യമൊക്കെ ദൈവം തരും. പക്ഷെ ഇതിനെ ഒരിക്കലും ഒരു ബിസിനസ് ആക്കി മാറ്റി അവസാനം കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റരുത് എന്ന പരിശുദ്ധാത്മാവ് നമ്മെ ഉത്ബോധിപ്പിക്കുക. ഇങ്ങനെയുള്ള ചിന്തയൊക്കെ നമുക്ക് വരും. ചിന്തയൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടത് ദൈവിക പ്രവൃത്തിയെ കണ്ടുകൊണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ പിന്തിരിയണമെന്നും രാത്രിയിൽ ദൈവാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യും. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവം നടത്തുന്നുണ്ട്. ദൈവസഭ ഒരിക്കലും ബിസിനസ് സ്ഥലമാക്കി മാറ്റരുത്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അത് പിന്നീട് കള്ളന്മാരുടെ ഗുഹയായിത്തീരുന്ന ഉപജാപക സംഘങ്ങളായി മാറും. ദൈവത്തിന്റെ ആലയത്തിന്റെ ആരാധന ഒരു ചടങ്ങായി മാറും എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് അലംഭാവത്തോടു കൂടിയ ദൈവവേല ആദായ മാർഗമാകുന്നെന്ന് ഒരു സപ്പോസ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അലംഭാവം കാണിക്കാൻ പാടില്ല. അതിൻ്റെതായിട്ടുള്ള വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. യേശു കർത്താവ് അതിന്റെ പ്രത്യേകത അവിടെ വെളിപ്പെടുത്തി കാണുവാൻ ഇടയാക്കുന്നത് രണ്ട് സന്ദർഭം രണ്ടാണ്. അത് മനസ്സിലായതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇവിടെ ഇത് മനസ്സിലാക്കിയത് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത് രണ്ട് വ്യത്യസ്ത സംഭവങ്ങളാണെന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ സുവിശേഷങ്ങളെ ഒന്ന് താരതമ്യം ചെയ്ത് ഇവിടെ എടുത്ത് പറയാൻ കാരണമാക്കുന്നത്. രണ്ട് സന്ദർഭങ്ങളിലും കർത്താവ് പറഞ്ഞത്, നമ്മൾ ദൈവാലയമോ ദൈവത്തോടെ അടുത്ത് വരുമ്പോൾ എന്താണോ ദൈവം കൽപ്പിച്ചിരിക്കുന്നത് അത് മാത്രമേ അവിടെ നടക്കാവൂ. മറ്റൊന്നും തന്നെ ദൈവസഭയിൽ ആവശ്യമില്ല. നമുക്കറിയാം നമ്മളെ എന്തിനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ വേർപെട്ടവരാ. ജാതികളെന്നും മതങ്ങളെന്നും ഗോത്രങ്ങളെന്നും വംശങ്ങളെന്നും ഒക്കെ വേർതിരിഞ്ഞു വന്നവരാ. അവിടെയൊക്കെ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അവരൊക്കെയും ആത്മീയതയേക്കാൾ ഉപരിയായി ധനസമാഹരണത്തിന് വേണ്ടി, ധനസമ്പാദനത്തിന് വേണ്ടിയാണ് പലതും ചെയ്തു കൂട്ടിയപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മളെ വേർതിരിച്ച് ഉത്തമമായ സമ്പത്തായിരിക്കുന്ന ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി അവന്റെ ആത്മാവാകുന്ന എല്ലാത്തിനേക്കാൾ വിലയേറിയ ആത്മാവിനെ നമ്മൾ തന്നിരിക്കുന്നത് ജീവിതത്തിന്റെ നേട്ടത്തിന്റെ അതിന്റെ സമ്പാദനത്തിന് വേണ്ടിയല്ല. നമ്മെ ദൈവമാക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ ആലയം തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ അതൊരിക്കലും വാണിഭശാലിയാക്കരുത്. അതൊരിക്കലും പിന്നീട് വളർന്ന് അത് കള്ളന്മാരുടെ ഗുഹയായിത്തീരുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുതെന്ന് കർത്താവ് ഈ രണ്ട് സന്ദർഭങ്ങളിലൂടെ നമുക്ക് തെളിവ് നൽകുകയാണ്. ദൈവവിശ്വാസത്തിൽ നാം അനുദിനം ചെല്ലും തോറും നാം ആത്മീയമായി സമ്പന്നരാണ് ആകേണ്ടത്. ലോകത്തിന്റെ രീതിയിൽ അല്ല എന്നുള്ളതും സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഉള്ള ബിസിനസ് സമ്പാദ്യ മേഖലയല്ല ദൈവസഭ എന്നുള്ളതും ഈ രാഷ്ട്രീയ മനസ്സിൽ നിങ്ങളും സുവിശേഷത്തിലൂടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് നമുക്കൊക്കെ സാമ്പത്തിക ആവശ്യമാണ്.
എല്ലാം ആവശ്യമായ ക്ഷേമാണ് ഈ നമ്മുടെ സമയത്ത് തക്ക സമയത്ത് എല്ലാം നൽകും. വീട്, കുഞ്ഞുങ്ങളുടെ വിവാഹം, വിദ്യാഭ്യാസം, ഇതിനു വേണ്ടതൊക്കെ ദൈവം നൽകും. ഇതിനകത്ത് കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം ചെയ്തവർക്കൊക്കെ അറിയാം. നിഷ്കളങ്കമായി ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ ശുശ്രൂഷ ചെയ്ത ദൈവത്തെ സാക്ഷ്യം പറയാൻ കഴിയും. അതെ, ദൈവം തക്ക സമയങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നടത്തിയ ദൈവം അവൻ സകലത്തിലും മതിയായവനാണ്. എന്നാൽ അന്ന് അതിന്റെ രീതി മാറി. അനേകര് ബിസിനസ്സിലേക്ക് മാറി അവസാനം കള്ളന്മാർ ഗുഹയായി പോലെ പിശാച് നമ്മുടെ ഹൃദയത്തെ വഞ്ചിപ്പാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ ഹൃദയം ദിവ്യാഗ്രഹത്തിലേക്ക് മാറാൻ പാടില്ല എന്നുള്ളത് കർത്താവിടെ ഈ ചാട്ടവാറെടുത്ത് വെളിപ്പെടുത്തിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ യെരൂശലേമിൽ പോയി അവൻ അവിടെ ചെന്നിട്ട് അതുവരെ ചെയ്തതുപോലുള്ള ഒരു കീഴ്പ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യം 12 വയസ്സൊക്കെ നമ്മൾ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്തോ. ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവർ ഉത്തരം പറഞ്ഞു കേട്ടുകൊണ്ടിരുന്നു. അവന്റെ ജ്ഞാനം വലുതായിരുന്നു. അവൻ മനുഷ്യനായിരിക്കുന്ന ഒരു യൗവനക്കാരനായി അവർക്ക് കീഴ്പ്പെട്ടിരുന്നു. എന്നാൽ അഭിഷേകം ലഭിച്ചു കഴിഞ്ഞപ്പോ, അധികാരം ലഭിച്ചു കഴിഞ്ഞപ്പോ അവൻ ചാട്ടവാറെടുക്കുവാനിടയെത്തുന്നു, ചോദ്യം ഉയർത്താനിടയെത്തുന്നു. അതുവരെ അവൻ കണ്ടുകൊണ്ടിരുന്ന 29 വയസ്സ് വരെ അവൻ കണ്ടുകൊണ്ടിരുന്ന നടക്കുന്ന കാര്യങ്ങളൊക്കെ. എന്നാൽ 30-ാമത്തെ വയസ്സിൽ സ്നാനത്തിന് ശേഷമായ യേശു ദൈവത്തിന്റെ ആലയമാകുന്ന യെരൂശലേമിന്റെ ആലയത്തിലേക്ക് എന്നപ്പോൾ എന്തിനു വേണ്ടിയാണോ അത് സൃഷ്ടിച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണോ അത് വെച്ചിരുന്നത്, അതെന്താണെന്ന് ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി അതിനെ ശുദ്ധീകരിച്ചു. കാരണം അവിടെ ശുദ്ധീകരിക്കുമ്പോൾ ചോദ്യമുണ്ടാകും. അപ്പോൾ അവൻ ആരാണെന്ന് വെളിപ്പെടുത്താനും കഴിയും. അതുകൊണ്ടാണ് കർത്താവ് പ്രവൃത്തി അവിടെ ചെയ്തത്. ഇവിടെ യേശു അത് ചെയ്തപ്പോൾ കാള, ആട്, പ്രാവ് ഇതിനൊക്കെ യാഗങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. കർത്താവ് അവിടെ കാണിച്ചത് ഇത് യാഗമൊന്നും വേണ്ട, ദൈവത്താൽ ഞാൻ അഭിഷിക്തനായി പ്രവൃത്തി ആരംഭിച്ചു. കാനാവിലെ കല്യാണത്തിന്റെ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിലൂടെ ദൈവത്തിന് പ്രവൃത്തി ആരംഭിച്ചു. ഇനി അവസാനമായി ചെയ്യാനുള്ളത് കാൽവരിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിലേക്ക് നീങ്ങുമ്പോഴുള്ള കാര്യപരിപാടികളിൽ ഇതൊക്കെ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത് നിങ്ങൾ ഇതിനെ ബിസിനസ്സാക്കി മാറ്റുമ്പോൾ ഇതെല്ലാം മാറ്റി യഥാർത്ഥമായി യാഗം വെളിപ്പെടാൻ പോകുന്നു. ഇത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെ കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോട് കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. 2-ാം അധ്യായം ലൂക്കോസ് 2-ാം അധ്യായം 47-ാമത്തെ വാക്യം എന്റെ പിതാവിന്റെ ഉള്ളിൽ ഞാൻ ഇരിക്കണമെന്നാവും, എന്റെ പിതാവിനുള്ളതാണാവും. ഇവിടെ 30 വയസ്സായപ്പോൾ യേശു പറഞ്ഞത് എന്റെ പിതാവിന്റെ ആലയം വാണിഭശാലയാക്കി ഉത്തരവാദിത്തമുള്ള പുത്രൻ വെളിപ്പെടുക. പിതാവിന്റെ ആലയത്തിലാണ് അവൻ ഇരുന്നത്. പഠിച്ചതൊക്കെ ദൈവത്തിന്റെ പ്രമാണങ്ങളാണ്, അതൊക്കെ ദൈവം തന്നതാണ്, അതിനെ മാനിക്കേണ്ടതാണ്. പിതാവ് മാതൃക കാണിച്ചോ. നമ്മുടെ നടക്കുന്ന തെറ്റായ രീതി കണ്ടിട്ട് അധികാരമുള്ളവനായി ചമ്മട്ടി ഉണ്ടാക്കേണ്ട സമയത്ത് അവൻ ചമ്മട്ടി ഉണ്ടാക്കി. ഇവിടെ ഉണ്ടാക്കിയ ചമ്മട്ടി കയറുകൊണ്ടുള്ള ചമ്മട്ടിയാണ്. അതിന്റെ അർത്ഥം യേശു ചാട്ടവാർ കൊണ്ടല്ല അടിച്ചത്, കയറുകൊണ്ടുള്ള ചമ്മട്ടിയാണ്. കഥാ പറഞ്ഞു എന്റെ ചുമട് ലഘുവും മൃദുവുമാണ്. കഥാവിന് അധ്വാനിക്കുമ്പോൾ എന്റെ അടുക്ക് വരുവി. യേശുവിടെ തോൽവാർ കൊണ്ട് ചമ്മട്ടിയല്ല ഉണ്ടാക്കിയത്, സിമ്പിളായിട്ടുള്ള കയറ് കൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി. കയറ് കൊണ്ട് അടിച്ചാൽ വലിയ വേദനയൊന്നുമില്ല, പരിക്കേക്കത്തില്ല. അതാണ് കർത്താവിന്റെ പ്രവർത്തനം. ഇവരവിടുന്ന് ഓടിച്ചു വിടുമ്പോൾ എവിടെയെങ്കിലും ചമ്മട്ടി ഉണ്ടാക്കി യേശുവിനെ അടിച്ച ചമ്മട്ടി കൊണ്ടല്ല, അതുകൊണ്ടുള്ള ഒരു ചമ്മട്ടി അതല്ല ഉപയോഗിച്ചത്. കയറ് കൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോട് കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. കയറ് കൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി. അതാവും എന്റെ മുഖം ലഘുവും എന്റെ ചുമട് ലഘുവാകും. കർത്താവ് ഒരിക്കലും അധികഠിനമായ രീതിയിലല്ല ഇടപെട്ടിരിക്കുന്നത്. അവൻ അവരെ അടിച്ച് പരിക്കേൽപ്പിക്കുകയല്ല ചെയ്തത്. ഒരു ശുദ്ധീകരണ പ്രവൃത്തിക്കായി കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി യേശുവിനെ വീശി അവിടുന്ന് ഓടിക്കുകയാണ് ചെയ്തത്. ഇതിനകത്ത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരൊരിക്കലും അധികാരം ഉപയോഗിച്ച് രക്ഷിക്കാൻ വന്ന യേശു
അവിടെ ചമ്മട്ടി ഉണ്ടാക്കി അടിച്ചവരെ പരിക്കേൽപ്പിക്കുകയല്ല ചെയ്തത്. ഇവിടെ ചോദ്യം ഉണ്ടാകും, രക്ഷിക്കാൻ വന്ന യേശു എന്തിനാ ചമ്മട്ടി ഉണ്ടാക്കി അടിച്ചെന്ന് ചോദിക്കാം. അതിനർത്ഥം അതുകൊണ്ടാണ് ആർക്കും പരിക്കേൽക്കാത്ത വിധത്തിൽ കയറി കൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി രക്ഷകനാകുന്ന യേശു അവിടെ അതിനെ ശുദ്ധീകരിച്ചത്. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മാഹാത്മ്യവും അതിന്റെ പിൻപിൽ മറിഞ്ഞിരിക്കുന്ന മഹത്വം വളരെ വലുതാണ്. യേശു ചമ്മട്ടി ഉണ്ടാക്കി എന്നല്ല, യേശു കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി. കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി അതിനെ എന്ത് ചെയ്തു? അത് ഉപയോഗിച്ചാണ് ഓടിച്ചെല്ലാത്തെയും അവിടുന്ന് അകറ്റി വെച്ചത്. ഇത് ചെയ്തപ്പോ ഈ ശിഷ്യന്മാർ പറഞ്ഞു, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. കർത്താവിന്റെ കൂട്ടത്തിൽ നടക്കുമ്പോൾ ചിന്തകൾ മുഴുവൻ ദൈവജനമാണ്. അതാണ് പ്രത്യേകത. നമ്മൾ നടക്കുന്ന ആരുടെ കൂടിയാണോ ആ ചിന്തയാണ് നമുക്ക് വരുന്നത്. ഈ സിനിമാക്കാരുടെ കൂട്ടത്തിൽ നടന്നാൽ പിന്നെ അതായിരിക്കും അവിടെ സംസാരം. ക്രിക്കറ്റുകാരുടെ കൂട്ടത്തിൽ നടന്നാൽ അതായിരിക്കും അവിടെ സംസാരം. അല്ലേ? ഇനി പാചകക്കാരുടെ ആണെങ്കിൽ പാചകത്തിന്റെ ആയിരിക്കും, വൈദ്യനോ ഡോക്ടറോ ഒക്കെ അവരുടെ ആ രീതിയായി. ഇവിടെ സംസാര ഭാഷ തന്നെ മാറി. യേശുവിനോട് കൂടെ നടക്കുന്ന ശിഷ്യന്മാർ ഓർക്കാൻ തുടങ്ങിയ ദൈവവചനം ഓർക്കാൻ തുടങ്ങി. 69-ാം സങ്കീർത്തനം 9-ാം വാക്യം ഇവർ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള സങ്കീർത്തനം. ഈ 69-ാം സങ്കീർത്തനം വായിച്ച് പരിചയമുള്ള യോഹന്നാന്റെ ശിഷ്യന്മാരിൽപ്പെടുന്ന ശിഷ്യന്മാർക്ക്, അല്ലെങ്കിൽ അവര് വചനം വായിക്കുന്നവർ, 69-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണ് അവരോട് എടുത്തത്. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു, നിന്നെ നിന്ദിക്കുന്ന നിന്ന എന്റെ മേൽ വീണിരിക്കുന്നു എന്ന രേഖപ്പെടുത്തി. അപ്പോൾ ദൈവം കൊടുത്ത പ്രമാണത്തെ നിന്ദിക്കുന്നവർ അത് ആ നിന്ന ഏറ്റെടുത്തു യേശു. അതുകൊണ്ടാണ് നിന്ന നീക്കാൻ വേണ്ടി യേശുവിടെ ചമ്മട്ടി കൊണ്ട് ഉപയോഗിച്ചപ്പോൾ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. 69-ാം സങ്കീർത്തനം ദാവീദ് രചിച്ചപ്പോൾ അതൊന്ന് നിലവേർപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ 69-ാം സങ്കീർത്തനം 9-ാം വാക്യം പഠിച്ചിരുന്ന അറിയാവുന്ന കർത്താവിന്റെ ശിഷ്യന്മാർ ഇത് യേശുവിന്റെ പ്രവൃത്തി ചെയ്തപ്പോൾ അത് ഓർക്കാനിടയാത്തത്. ഞാൻ പറഞ്ഞത്, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നടന്നാൽ നമ്മുടെ ചിന്തകൾ മുഴുവനും ദൈവത്തിന്റെ വചനത്തോട് ബന്ധത്തിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ എപ്പോഴും കൂടുതലായി വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ആത്മീയ കൂട്ടായ്മകൾ കൂടുകയും ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരും, ദൈവത്തിന്റെ ഓർമ്മ. ശിഷ്യന്മാർക്ക് കർത്താവിന്റെ ജീവിതം കണ്ടപ്പോൾ അവരുടെ ശിഷ്യന്മാർ പറയുകയാണ്, നിന്റെ ആലയത്തെ കുറിച്ച് എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്ത്. നമുക്ക് മനസ്സിലായി ഈ ആലയത്തെ കുറിച്ച് എത്രമാത്രം എരിവുള്ള ഒരുവനാണ് യേശു എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ അവരോർത്തപ്പോൾ, എന്നാൽ യഹൂദന്മാർ അവരോട്, കർത്താവിന്റെ കൂടെ നിന്നവർക്ക് ഇത് ചെയ്യുന്ന നന്മപ്രവൃത്തിയാണ്, അതങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, അത് വചനത്തിലുണ്ടായിരുന്നതാണ്, വചന തെളിവായിരുന്നു, അതിന്റെ നിവൃത്തിയാണെന്നുള്ളത് അവർ ഓർത്തെടുത്തപ്പോൾ മറുഭാഗത്തെ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു. ഇങ്ങനെ ചോദിക്കുക, ഇങ്ങനെ ചെയ്തത് എന്ത് 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 കണ്ടുകൊണ്ടാണ്? ചോദിക്കാൻ പറയാൻ ആരും ഇല്ലെന്നാണ് വിചാരിച്ചത്. ഇത് അന്വേഷിച്ചാണെങ്കിൽ ഹിസ്റ്ററി ചോദിച്ചാണ് എവിടെ നിന്ന് വന്നതാ, ആരാണെന്ന് ചോദിച്ചാണ്. അപ്പൊ അറിഞ്ഞിട്ടുണ്ട് കനാവിലെ കല്യാണത്തെ കുറിച്ചൊക്കെ അറിയാം. എന്തായാലും ശ്രുതി യേശുവിനെ കുറിച്ചുള്ളത് പറക്കുന്നുണ്ട്. അച്ഛന്റെ മകനാണെന്നൊക്കെ എല്ലാരും പറഞ്ഞ് നല്ല അറിവ് യേശുവിനെ കുറിച്ചുള്ള കിട്ടാൻ തുടങ്ങി. അപ്പൊ യേശുവിനെ കുറിച്ചുള്ള ചിന്താഗതികൾ അവിടെ പരക്കാൻ തുടങ്ങി. യൂദന്മാരോട് ചോദിക്കുക, എന്ത് നിനക്ക് ഇങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു എന്ന് ചോദിച്ചു. അങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നീ പല അടയാളം ചെയ്തിട്ടോ. പക്ഷെ ഇവിടെ നീ വന്ന് അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നീ ഒരു അടയാളം കാണിക്കാനാവുള്ളൂ, കാണിച്ചതാ, ഞങ്ങൾ വിശ്വസിക്കാതിതാണ്, എന്നൊക്കെ അറിയാം. എന്നാൽ ഈ രണ്ടാമത്തെ കർത്താവിന്റെ സുഷബന്ധത്തിൽ ആ സമയത്ത് അവർ പറയുന്നത് 21-ാമതേത് വായിച്ചത്, നീ എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്ന ചോദിച്ചു. അപ്പൊ അവന്റെ അധികാരത്തെ ചോദിച്ചു. ആദ്യം അവൻ ഈ പറയുന്ന വാസ്തവത്തിൽ അധികാരമുള്ളവൻ ചെയ്യുന്നതാണോ എന്നുള്ള സംശയത്തിൽ അവർ പറയാ, നീ എന്താ അടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു. എന്നാൽ 21-ാം അധ്യായത്തിൽ അവർ ചോദിക്കുന്നത്, 21-ാം അധ്യായം 21 മത്തായി സുവിശേഷം 21-ാം അധ്യായം 21-ാം വാക്യത്തില്
അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്ന് നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഈ അധികാരം നിനക്ക് തന്നതാ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവൻ ചോദിക്കാനും പറയാനുള്ളവർ ഉണ്ട് എന്ന രീതിയിൽ അവർ ചോദിക്കുകയാണ്, നീ എന്റെ അധികാരം കൊണ്ട് ഇത് ചെയ്ത് നിനക്ക് ഇത് അധികാരം തന്നത് എന്ന് ചോദിച്ചു. അവന്റെ അധികാരത്തെ ചോദിക്കുക. ആദ്യത്തെ പ്രവൃത്തിയിൽ അവർ ചോദിക്കുന്നത് നിനക്കത് കഴിയും, നീ ആരാകുന്നു എന്നുള്ള ചിന്തയിലാണെന്നുള്ള വെളിപ്പെടുത്തുക എന്നുള്ള രീതിയിൽ അവർ അടയാളം ചോദിക്കണം. യേശുവോട് പറയാം പറയാം പറഞ്ഞു. യേശുവോട് അവരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പി. പൊളിതെന്റെ പിതാവിന്റെ ആലയമാണെന്ന് പറഞ്ഞ് ശുദ്ധീകരിച്ചിട്ട് കഥാ പറഞ്ഞു, ഇത് നിഴല യൂത, ഇതെല്ലാം നിഴല. ഇവിടെയൊക്കെ നാടും കാളയും പ്രാവും ഇവിടെ വെച്ചിരിക്കുന്നത് എല്ലാം നിഴലാണ്. ഈ മന്ദിരം പൊളിക്കണം, പൊളിപ്പി. ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. അർത്ഥം ഈ മന്ദിരം പറഞ്ഞപ്പോ കഥ പറഞ്ഞത് ദേശദേവാലയത്തോട് ബന്ധത്തിൽ നിഴലായിരിക്കുന്നവരോട് ബന്ധത്തിൽ പറഞ്ഞു ഈ മന്ദിരം. കഥ പറഞ്ഞു ഇതല്ല പൊളിക്കേണ്ടത്, ഈ മന്ദിരം. കഥ പറഞ്ഞത് അവന്റെ ശരീരത്തെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ കഥ പറഞ്ഞു ദേശദേവാലയത്തെ കുറിച്ച് ഉള്ള രീതിയിലാണ് അവിടെ സംസാര വിഷയം. അപ്പോൾ യേശു പറഞ്ഞത് ഈ മന്ദിരം പൊളിപ്പി. കഥ പറഞ്ഞത് നിങ്ങളുടെ ആലയം അവിടെ ഇരുന്നോട്ട്, അത് പാരമ്പര്യത്തിന് ആലയം, അത് അവിടെ ഇരുന്നോട്ട്, അത് നിഴലാണ്. എന്നാൽ ഈ മന്ദിരം പൊളിപ്പി, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറയും. കഥ പറയുന്നതൊക്കെ ആത്മീയ അർത്ഥത്തിലായതുകൊണ്ട് പെട്ടെന്ന് അതിനെ ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്നില്ല. യഹൂദന്മാവനോട് ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അടയാളം അവർ ചോദിച്ചു. കർത്താവ് ഏറ്റവും അതിശയകരമായ അടയാളത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, 2-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ 1-ാമത്തെ അടയാളവും അത് അവസാനമായി അവൻ ചെയ്യുന്ന അടയാളവുമാണ് ഏകഭക്തി. അതിശേഷമായിരിക്കുന്ന അടയാളമാണ് ഈ മന്ദിരത്തോട് ബന്ധത്തിൽ കർത്താവ് പറഞ്ഞത് അവനോ തന്റെ ശരീരമെന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞ് എന്ന് അവൻ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നതിന്റെ ശേഷം ശിഷ്യന്മാർ ഓർത്തു തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. 2 സന്ദർഭങ്ങൾ. ഒന്ന്, യേശു അതിനെ ശുദ്ധീകരിച്ചപ്പോൾ അവർക്ക് ഓർമ്മ വന്ന 69-ാം അധ്യായം 9-ാം വാക്യമാണ്. അവർ പറഞ്ഞു, എന്റെ ആലയത്തിൽ എരിവ് എന്റെ തിന്നുകളെന്നുള്ള എഴുതിക്കുന്ന വചനപ്രകാരമാണല്ലോ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെ യഹൂദന്മാർ അടയാളം ചോദിച്ചപ്പോൾ യേശു അടയാളം പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായില്ല. എന്നാൽ അത് മനസ്സിലായത് യേശു മരിച്ചവരെന്ന് ഉയർത്തെഴുന്നതിന്റെ ശേഷം ശിഷ്യന്മാർ ഓർത്തു തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. അവരെ പിന്നീടാണ് വിശ്വസിക്കുന്നത്. ഇത് ഇവിടെ എഴുതി വെക്കാൻ കാരണം നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ്. കാരണം ശിഷ്യന്മാര് അന്ന് കേട്ടതാണ്. അവരത് അന്നേരം അവർക്ക് വിശ്വസിക്കാൻ ആരും മനസ്സിലാക്കാൻ പറ്റിയില്ല. കർത്താവ് പറഞ്ഞത് യഹൂദന്മാർക്ക് മനസ്സിലായില്ല, ശിഷ്യന്മാർക്ക് മനസ്സിലായി. പക്ഷെ എന്നാൽ യേശു പറയുന്ന ഒരു വാക്ക് പോലും മനസ്സിലാകത്തില്ലെങ്കിലും അത് ഗ്രഹിക്കുന്നവരായിരുന്നു ശിഷ്യന്മാർ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവവചനം മുഴുവനും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് വായിച്ചോണം കൊട്ടോ, അത് വെളിപ്പെടേണ്ട ദിവസത്തെ വെളിപ്പെടുത്തി തരും. വെളിപ്പാട് പുസ്തകമോ യെഹെസ്കേൽ പ്രവചനമോ മറ്റൊരു പ്രവചനങ്ങളോ ഒന്നും നമുക്ക് വായിച്ചാൽ മനസ്സിലാകത്തില്ല. പക്ഷേ അത് വായിച്ചു വെച്ചുകൊള്ളണം. അത് ഒരു ദിവസം വെളിപ്പെട്ട് വരും, മനസ്സിലാക്കി വരും. അതെങ്ങനെയാ ചോദിക്കുന്നത്? അവരെന്ത് ഓർത്തു, അവൻ ഇത് പറഞ്ഞു എന്ന്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു തിരുവെഴുത്തും യേശു പറഞ്ഞ വചനം വിശ്വസിച്ചപ്പോൾ 1-ാമത്തെ അടയാളം കഴിഞ്ഞിട്ട് ദേശദേവാലയം ശുദ്ധീകരിക്കുന്നവരുടെ ബന്ധത്തിൽ കയറുകൂടി ചമ്മട്ടി ഉണ്ടാക്കി അവിടുന്ന് അവരെ ഓടിച്ചു കളഞ്ഞതുകൊണ്ട് അവിടെ വെളിപ്പെടുത്തി അവന്റെ അധികാരത്തെ വെളിപ്പെടുത്തി, ദൈവത്താണ് വെളിപ്പെടുത്തി. അവനത് പിതാവിന്റെ ആലയത്തെ വെളിപ്പെടുത്തിയ ശേഷമായി അവനോട് പറഞ്ഞു, നിങ്ങൾ അടയാളം അന്വേഷിക്കുന്നു. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുകയും അങ്ങനെ യവനക്കാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. അടയാളവും ജ്ഞാനവും ഒക്കെ അന്വേഷിക്കുന്നതാണ് ലോകത്തിലുള്ളവർ. പ്രിയപ്പെട്ട യഹൂദന്മാർക്ക് അടയാളം വേണം. യവനക്കാർ അവർ ജ്ഞാനം അന്വേഷിക്കുന്നു. നമുക്കോ
നമ്മുടെ കഥാവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഏറ്റവും വല്ല കഥാനുവചനമാണ് നാം വിശ്വസിക്കുന്നത്. അടയാളത്തിനും ജ്ഞാനത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് കഥാനുവചനം. ഇവിടെ അടയാളം ചോദിച്ച യുവതിമാരോട് കർത്താവ് പറഞ്ഞത്, യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പി. കർത്താവ് പറഞ്ഞത് ഇതാണ് കർത്താവിനെതിരെ ഏറ്റവും ശക്തമായ ഒരു കുറ്റപത്രമായിട്ട് യുവതിന്മാർ പിന്നീട് എടുക്കാൻ കഴിയാത്തത്. യേശുവിനെ ക്രൂശിക്കുന്നതോട് ബന്ധത്തിൽ ക്രൂശി കഴിഞ്ഞിട്ടും അവർ പറഞ്ഞു, ഈ മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ ഇറങ്ങി വാ എന്ന് പറഞ്ഞു. എന്നാൽ അവർക്കറിയത്തില്ലായിരുന്നു കർത്താവ് പറഞ്ഞ ആ വചനം നിവൃത്തീകരിക്കപ്പെടാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനവും അതിന്റെ ആ വചനത്തിന്റെ നിവൃത്തീകരണവും കേൾക്കുന്നവർക്കും അത് സംഭവിക്കുമ്പോഴും പലർക്കും മനസ്സിലാകത്തില്ല. അത് നിന്ദിക്കുന്ന പോലെയായി ചിന്തിക്കുന്നതായിരിക്കും. എന്നാൽ ഇതിനെ വാസ്തവമായി വിശ്വസിക്കുന്നവർക്ക് അവർക്ക് മനസ്സിലാകും അതിന്റെ പുറകിൽ മറിഞ്ഞിരിക്കുന്ന മഹത്വം വിളിക്കുന്നത് വളരെയധികം. യഹൂദന്മാർ അതിനെ കുറ്റപത്രമാക്കി മനസ്സിൽ ധരിച്ചപ്പോ അവനോട് കൂടെ വന്ന അവന്റെ ശിഷ്യന്മാർ അതിനെ മനസ്സിൽ അവർ ഗ്രഹിച്ചു. അവർ അതിനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. യേശു മരിച്ചടക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി യേശു എന്ന് പറഞ്ഞത് അവന്റെ ശരീരമാകുന്ന മന്ദിരത്തെ നിങ്ങൾ പൊളിക്കും. യഹൂദന്മാരെ, നിങ്ങൾ എന്റെ ശരീരത്തെ എന്ത് ചെയ്യും? പൊളിക്കും. അതിൽ നിന്ന് രക്തം വെളിപ്പെടും. അത് പാപത്തിന് ശുദ്ധീകരണമായി തരും. 3-ാം നാൾ പാപത്തിന് പരിഹാരം വരുത്തി ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് യേശുവോട് പറഞ്ഞത്. ഇവിടെ കാളെ കഴുത ഇതിനെയൊക്കെ കൊണ്ട് നിങ്ങൾ നടന്നോ? അധികം ദിവസം വേണ്ടി വരത്തില്ല. 3.5 വർഷം കഴിയുമ്പോൾ യഥാർത്ഥമായ മന്ദിരം, അത് അവന്റെ ശരീരം തകർക്കപ്പെടും. മനുഷ്യവംശത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയായിരിക്കും. അസ്വസ്ഥത നിവർത്തീകരിക്കപ്പെടുന്നതോടുകൂടി പിന്നീട് കാളയും ആടും പ്രാവും ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഒരു സമ്പ്രദായവും ആവശ്യമില്ല. യേശു ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തെയാണ് അടയാളമായിട്ട് കർത്താവ് അവരോട് മാർമികമായ ഭാഷയിൽ സംസാരിക്കും. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 2 അടയാളങ്ങളാണ്. ഒന്ന് നിവൃത്തീകരിക്കപ്പെട്ട അടയാളം, വെള്ളത്തെ വീഞ്ഞാക്കി ദൈവരാജ്യത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി ക്രിസ്തുവേശു മുഖാന്തരം ശുദ്ധീകരണത്തെ വെളിപ്പെടുത്തിയപ്പോൾ, രണ്ടാമത് കർത്താവ് അത് പൊരുളായി സംഭവിക്കാനുള്ള തന്റെ ശരീരം തകർക്കപ്പെടുന്നതിനെ കുറിച്ച് സർവവംശത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഏകയാഗം കഴിക്കുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന്റെ ശരീരയാഗത്തെ കുറിച്ച് പരമയാഗമായി തീരുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അവിടെ അവൻ ആത്മീയ ഭാഷയിൽ അവരോട് സംസാരിച്ചെങ്കിലും യഹൂദന്മാർ അതിനെ കുറ്റപത്രം തയ്യാറാക്കിയപ്പോൾ മറ്റുള്ളവർ അതേ വചനമെടുത്ത് ഇവരെല്ലാം ഏറ്റുചൊല്ലി യേശുവിനെ ക്രൂശിച്ചപ്പോൾ അവർ പറഞ്ഞു, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ ഇറങ്ങി വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിന്ദിച്ചപ്പോൾ ഈ വചനത്തെ ഗ്രഹിച്ച ഒരു കൂട്ടരുണ്ടായിരുന്നു. അതിനെ മനസ്സുള്ളിൽ വെച്ച ഒരു കൂട്ടരുണ്ടായിരുന്നു. യേശു അങ്ങനെ പറഞ്ഞത് എന്തായിരുന്നു? അതെന്ന് നിവൃത്തിയാകുമെന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ 3-ാം നാളിൽ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവർക്ക് മനസ്സിലായി. ദേവാലയത്തിൽ വെച്ച ദേവന്മാർ ചോദിച്ചപ്പോൾ യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ ഈ മന്ദിരം പൊളിച്ച് 3 നാൾ പണി എഴുന്നേറ്റ് വരിക എന്ന് അവർ ആക്രോശിച്ച് നിന്ദിച്ചപ്പോൾ ഈ യോഹന്നാൻ സാക്ഷിയായിരുന്നു. അവൻ അതുകൊണ്ടാണ് രേഖപ്പെടുത്തിയത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കന്നത് മനസ്സിലായില്ല, എന്നാൽ അവർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അന്ന് യേശു പറഞ്ഞതായിരുന്നു. ഇന്നത് വായിക്കുമ്പോൾ നമുക്കത് മുന്നമേ എഴുത്തന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവിന്റെ വചനം ക്രോഡീകരിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് പഠിതാക്കളാകുന്ന നമുക്ക് മനസ്സിലാകുന്ന വിധത്തിലും ഗ്രഹിക്കേണ്ട വിധത്തിലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ക്രമപ്പെടുത്തിയെടുത്തു കഴിഞ്ഞാൽ, മറ്റു സുവിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ ദൈവം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കത് വിശ്വാസത വർദ്ധിക്കുകയും ദൈവത്തിന് മഹത്വം വെളിപ്പെടുകയും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനും കാരണമായി തീരും. രാത്രിയിൽ ഞാൻ ഈ കർത്താവ് ചെയ്ത അവസാനത്തെ അടയാളം കൂടിയാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ ഇവിടെ തുടങ്ങിയെങ്കിൽ പൂർത്തീകരിക്കുന്നത് വെള്ളത്തെയാണ് വീഞ്ഞാക്കി സന്തോഷം പകരുകയാണ് കല്യാണ ശാലയിൽ ചെയ്തെങ്കിൽ അത് എന്റെ ശരീരം തകർക്കപ്പെടാൻ പോവുകയാണ്. അത് ശരീരയാഗമായി തീരാൻ പോവുകയാണ്. അതിനെ നിങ്ങൾ പൊളിക്കും. അതിൽ നിന്ന് ജീവന്റെ രക്തം ഒഴുകുവാനിടയത്തിലും അത് മനുഷ്യവംശത്തിന്റെ പാപത്തിന് പരിഹാരമായി തീരാനുള്ളതാണ്.
ഇവിടെ കാണുന്ന നിഴലായിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകുമെന്നാണ് കർത്താവോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാത്രിയിൽ ഈ വചനത്തിന്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാൻ, കർത്താവെ, ആ തിരുശരീരമാകുന്ന അങ്ങയുടെ മന്ദിരം പൊളിക്കപ്പെട്ടതുകൊണ്ട് യഹൂദന്മാർ അത് പൊളിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അത് തകർക്കപ്പെടുവാടെ എത്തുന്നു. അരിമത്യയിലെ ജോസഫിന്റെ കല്ലറയിൽ അവനെ അടക്കുന്ന രീതിയിലേക്ക് ദൈവം അനുവദിച്ചു കൊടുത്തു. 3-ാം ദിവസം അത് കർത്താവ് പറഞ്ഞതുപോലെ അത് പണിയപ്പെടുവാൻ ഇടയാക്കുന്നു. ഞാൻ 3 ദിവസത്തിനകം അതിനെ പണി. കർത്താവ് പറഞ്ഞു, എന്റെ ജീവനെ കൊടുക്കുവാനും അതിനെ തിരികെ പായിപ്പാനും പിതാവ് എനിക്ക് അധികാരം നൽകി. ആ അധികാരമാണ് യേശു അവിടെ ഉറക്കം പ്രഖ്യാപിച്ചത്. അതെ, കർത്താവായ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാ തകർക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാ 3 ദിവസം അവന്റെ ശരീരം ആ കല്ലറിയിരിക്കാൻ കാരണമായിട്ടുള്ളത്? എന്തിനു വേണ്ടിയാ? അതെ, നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി, നമ്മെ ഉയർപ്പിക്കുവാൻ, അവന്റെ മന്ദിരമാക്കി തീർക്കുവാൻ, അവന്റെ ശരീരമാകുന്ന മന്ദിരമായി തീരുവാൻ, അവന്റെ മണവാട്ടിയായി തീരുവാൻ, ആ പിതാവിന്റെ ആലയമായി തീരുക എന്നുള്ള ആത്മീയ സ്വർഗത്തിന്റെ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള പദ്ധതിയായിരുന്നു. ക്രിസ്തുവാകുന്ന മന്ദിരത്തോട് ചേരുന്ന ആത്മമണവാട്ടിയാണ് ദൈവം സൃഷ്ടിച്ചെടുത്തത്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, എത്ര വലിയ കാര്യമാണെന്നറിയാമോ? യേശുവിന്റെ അവസാനത്തെ ആ അടയാളത്തിൽ മറഞ്ഞിരിക്കുന്നത് അവന്റെ മണവാട്ടി, അവന്റെ ശരീരം. അത് മന്ദിരം അതിൽ കണ്ടില്ല. ദൈവമായ കർത്താവ് കുഞ്ഞാട് മന്ദിരമാകുന്നുവെന്ന് 15-ാം യെരൂശലേമിലെ മന്ദിരത്തെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ, യോഹന്നാൻ അത് ആത്മവിശുദ്ധിയിൽ എഴുതുമ്പോൾ, മന്ദിരം അതിൽ കണ്ടില്ലെങ്കിൽ ആ മന്ദിരം 2000 വർഷം മുമ്പ് തകർക്കപ്പെട്ട കുഞ്ഞാട യേശു ക്രിസ്തുവാണ്. അവൻ തകർക്കപ്പെട്ട ആദ്യ കല്ലായി തീർന്നപ്പോൾ അവനോട് ചേർത്ത് പണിയുന്ന ആത്മീയഗ്രഹമായ അവന്റെ മന്ദിരമാകുന്ന തികവ് പ്രാപിക്കുന്ന സഭയിലാണ് ദൈവം വസിക്കുന്ന, പരിശുദ്ധാത്മാവ് പണിയപ്പെടുന്ന ആ മന്ദിരത്തിലാണ് പിതാവാം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ ചേരുവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്ന, അവനോട് ചേരുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന തേജസ്സിന്റെ മാനപാത്രങ്ങളാകുന്ന കല്ലുകളെ രാത്രിയിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അവനോടുകൂടി ചേരുവാനുള്ള ഭാഗ്യം ലഭിച്ചെങ്കിൽ അതെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠകരമായ സ്ഥാനം എത്രയെന്ന് മനസ്സിലാക്കി ദിവസങ്ങളിൽ അതിനായി വിനയപ്പെട്ടുകൊണ്ട് നാം ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അന്നവർ അപമാനിക്കുകയാണ്, നിന്ദിക്കുകയാണ് ചെയ്തെങ്കിൽ രാത്രിയിൽ കോടിക്കണക്കിന് ആൾക്കാർ പറയും, ക്രിസ്തു മരിച്ചത് മുഖാന്തരമായി എന്റെ പാപം ക്ഷമിച്ചു കിട്ടുകൊണ്ടേത്തും. ഒന്നിച്ച് പണിയപ്പെടുന്ന ആത്മീയഗ്രഹമായി പണിയപ്പെടുവാൻ വേണ്ടി ക്രിസ്തു തകരപ്പെടുവാൻ ഇടയെത്തുന്നു. ആത്മീയഗ്രഹമായി പണിയപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിന്റെ തുടർന്നുള്ള 23 വാക്യങ്ങൾ, പെസഹ പെരുന്നാളിൽ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. ഇങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് നിരവധി അടയാളങ്ങൾ അവിടെ ചെയ്യുവാൻ ഇടയാക്കും. ഈ അടയാളങ്ങൾ ചെയ്തത് അവിടെയുള്ളവർ വിശ്വസിച്ചെന്ന് പറയുന്ന പോലെ തന്നെ ഗലീലയിൽ നിന്ന് വന്നവരും ഇതൊക്കെ കണ്ടും കേട്ടുന്നുണ്ട്. 4-ാം അധ്യായം 45-ാം വാക്യത്തിൽ 45-ാം വാക്യത്തില് ഗലീലയിൽ നിന്ന് വന്നവരും വിശ്വസനാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടം വിട്ട് ഗലീലയ്ക്ക് പോയി. പ്രവാചകന്റെ പ്രദേശത്തിൽ ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അവൻ ഗലീലയിൽ എത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി. അവൻ യെരൂശലേമിൽ വെച്ച് പെരുന്നാളിന് ചെയ്തതൊക്കെ കണ്ടത് കൊണ്ട് അവനെ അംഗീകരിച്ചു. അപ്പോൾ 10 ദിവസം അവിടെ യേശു പാർത്തു. യെരൂശലേമിൽ ഈ പെസഹ പെരുന്നാൾ 2 ദിവസം കൂടി പാർത്തു. നിരവധി അടയാളങ്ങൾ ചെയ്തു. അപ്പോൾ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. അവന്റെ നാമത്തിൽ വിശ്വസിച്ചതിന്റെ അർത്ഥം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്നതിന്റെ അർത്ഥം ദൈവരാജ്യത്തോടും ദൈവമക്കളായി തീരുവാനുള്ള ഭാഗ്യം കൊടുത്തു. എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ചെയ്ത ആ 2 ദിവസത്തെ അടയാളങ്ങളും മൃഗങ്ങളും ഗലീലയിൽ നിന്ന് വന്നവർ കണ്ടിരുന്നു. അവരും എന്ത് ചെയ്തു? അവനെ അംഗീകരിച്ചു. ഈ പെരുന്നാളിന് പോയപ്പോൾ അവരെന്ത് ചെയ്യുന്നില്ല, കാനാവിലെ കല്യാണം കണ്ട് അതിന്റെ അത്ഭുതത്തിന് അടയാളത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ക്രിസ്തുവിനെ. ഓരോ ദിവസം ചെല്ലും തോറും അംഗീകാരം കൂടി വന്നു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഞാനോ കുറയണം അവനോ വളരണം, അതേ മേലിൽ നിന്ന് വരുന്ന സകലർക്കും മീതെയുള്ളതെന്നുള്ള വചനപ്രകാരം
ഓരോ ദിവസം ചെല്ലുന്നോറും യേശുക്രിസ്തുവിന്റെ അംഗീകാരവും യേശുക്രിസ്തുവിന്റെ സ്വാധീനതയും ഒരധികാരം വെളിപ്പെടുത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് രണ്ടാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവിടെ അറിയുകൊണ്ട് തന്നെത്താൻ അവിടെ പക്കൽ വിശ്വസിച്ച് മനുഷ്യനുള്ളത് എന്തൊന്ന് സ്വതവേ അറിഞ്ഞിരിക്കുക. തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിന്റെ സാക്ഷ്യവും ആവശ്യമാണ്. കർത്താവ് സൃഷ്ടിതാവാൻ ദൈവത്തിന് അവനറിയാമായിരുന്നു ഇന്ന് അംഗീകരിക്കുന്നവർ, ഇന്ന് അനുസരിക്കുന്നവർ നാളെ ക്രൂശിക്കുമ്പോൾ ഈ മന്ദിരത്തെ, യഥാർത്ഥമായ മന്ദിരത്തെ അവഹേളിക്കും, നിന്ദിക്കും, വിട്ടുകളയും. അതുകൊണ്ട് ഈ പറയുന്ന സ്തുതിപാഠകരെല്ലാം എല്ലാ കാലത്തും കാണുകയില്ലെന്ന് കർത്താവ്. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവിടെ പക്കൽ വിശ്വസിച്ചില്ല. എന്ന രാത്രിയിൽ എന്നെ കേൾക്കുന്ന പേരിട്ടവര് ലോകത്തിലെ മനുഷ്യന്റെ സ്വഭാവം ഇത്രയുണ്ട്. ഇന്നൊരു പക്ഷേ നമ്മളോടുകൂടെ സൈനിക നിൽക്കുന്നവർ ആത്മാർത്ഥ കാണിക്കുന്നത് നാളെ കാണത്തില്ലായിരിക്കും. അവരൊക്കെ വിട്ട് മാറിപ്പോകും. എന്നാൽ കർത്താവാം ദൈവം പിതാവാം ദൈവത്തിൽ തന്നെ ഏൽപ്പിച്ചതുകൊണ്ട്, പിതാവാം ദൈവത്തിൽ തന്നെ വിശ്വസിപ്പിച്ചതുകൊണ്ട് പിതാവിന്റെ അവസാന സമയത്തും പിതാവിന്റെ കയ്യിലാണ് തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചത്. യേശുക്രിസ്തു മറ്റാരിലും വിശ്വസിച്ചേൽപ്പിയുടെ അർത്ഥം അറിയാമായിരുന്നു. മനുഷ്യന്റെ സ്വഭാവം, മനുഷ്യന്റെ സ്വാർത്ഥമുള്ളത് എന്താണെന്നറിയാം. മാറി മറിയുന്നതാണ് മനുഷ്യ ജീവിതം. അവന്റെ മനസ്സ് മാറി മറിയും. എന്നാൽ മാറ്റമില്ലാത്ത സ്വർഗത്തിന് മാത്രമേ ഉള്ള രാത്രി കണ്ടു കാണിക്കാം, പ്രാർത്ഥിക്കാം. പിതാവാം ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. യേശുവിന്റെ കരങ്ങൾ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കാം. അതെ, ഈ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം മാറ്റമുള്ളവരാണ്, അവരെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ മാറ്റമില്ലാത്ത പിതാവാം ദൈവത്തിൽ തന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടാണ് കർത്താവ് ശുശ്രൂഷകൾ ചെയ്തതുപോലെ ദിവസങ്ങളിൽ സ്വർഗത്തിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വിരാമം കുറിക്കുന്നു. കർത്താവിനെ വെച്ചാൽ വെള്ളിയാഴ്ചയിൽ കർത്താവ് താമസിച്ചാൽ ശുശ്രൂഷ 3-ാമത്തെ നമുക്ക് പഠിക്കാം. അതുവരെയും കർത്താവ് നമ്മെ വിളിക്കപ്പെട്ട ചെറിയ കീഴിൽ വയ്ക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായിരിക്കും.